അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാ. 7ാം ക്ലാസ്സിലെ ലിസാനിൻ്റെ പാദവാർഷിക പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇൻഷാ അല്ലാഹ്. 7ാം ക്ലാസ്സിൽ 4 മഫ്ഊലുകളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതിൽ ഒന്നാമത്തതാണ് മഫ്ഊല് ബിഹി. ആ മഫ്ഊല് ബിഹിയും അതുമായി ബന്ധപ്പെട്ട മഅറൂഫ്, മജ്ഹൂൽ, ഇതൊക്കെയാണ് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. എന്താണ് മഫ്ഊല് ബിഹി? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു ഫിഅല് പറഞ്ഞാൽ അതിൻ്റെ ശേഷം ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടിയിൽ വരാൻ പറ്റുന്നതാണ് മഫ്ഊല് ബിഹി. ഉദാഹരണം, ലറബൽ ഉസ്താദു, ഉസ്താദ് അടിച്ചു. ഇനി ആരെ അല്ലെങ്കിൽ എന്തിനെ, ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ വരുന്നതാണോ അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ അത് മഫ്ഊല് ബിഹിയാണ്. ലറബൽ ഉസ്താദു ത്വാവിലത്തൻ, ഉസ്താദ് മേശയെ അടിച്ചു. അപ്പോൾ എന്തിനെ എന്ന ചോദ്യത്തിന് മറുപടിയാണ് അല്ലേ, മേശയെ. അല്ലെങ്കിൽ ഉസ്താദ് ലറബൽ ഉസ്താദു വലതൻ, ഉസ്താദ് കുട്ടിയെ അടിച്ചു. അവിടെ എന്തിനെ അല്ലെങ്കിൽ ആരെ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് കുട്ടിയെ അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നതാണ് മഫ്ഊല് ബിഹി എന്ന് നമുക്ക് മലയാളത്തിൽ മനസ്സിലാക്കാം. എന്നാൽ നമ്മൾ പാഠഭാഗത്തിൽ പറയുന്നത് എന്താണ്, വേറെ രീതിയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. മിനൽ ഖുർആനിൽ കരീം, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന്. അഫലാ യൻളുറൂന, അവർ നോക്കുന്നില്ലേ, ഇലൽ ഇബിലി, ഒട്ടകത്തിലേക്ക്, കൈഫ ഖുലിഖത്, അത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു. വ ഇല സമായി, ആകാശത്തിലേക്കും, കൈഫ റുഫിയാത്ത്, അതെങ്ങനെ ഉയർത്തപ്പെട്ടു. വ ഇലൽ ജിബാലി, പർവ്വതത്തിലേക്കും, കൈഫ നുസിബത്ത്, അതെങ്ങനെ നാട്ടപ്പെട്ടു. വ ഇലൽ അർളി, ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, കൈഫ സുതിഹത്ത്, അതെങ്ങനെ പരത്തപ്പെട്ടു, വിശാലമാക്കപ്പെട്ടു അല്ലെങ്കിൽ വിരിക്കപ്പെട്ടു. നറാഫി ഹാദിഹിൽ ആയാത്ത്, ഈ ആയത്തുകളിൽ നാം കാണുന്നു. ഖുലിഖത്ത്, റുഫിയാത്ത്, നുസിബത്ത്, സുതിഹത്ത്, ഈ വാക്കുകളൊക്കെ കാണുന്നു. വഹാദിഹിൽ അഫ്ആലു, ഈ ഫിഅലുകളെല്ലാം ലം യുദ്കർ മഅഹ, അതിൻ്റെ കൂടെ പറയപ്പെട്ടിട്ടില്ല, ഫായിലുഹ, അതിൻ്റെ ഫായിൽ പറയപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ച വ്യക്തിയെ പറയപ്പെട്ടിട്ടില്ല. ഫായിൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചവൻ. ഇവിടെ അതാ ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടു, സൃഷ്ടിച്ചത് ആരാ പറയുന്നില്ല. ആകാശം ഉയർത്തപ്പെട്ടു, അങ്ങനെ ഓരോന്നും അത് ചെയ്തത് അള്ളാഹു ആണ് അല്ലേ, അതൊക്കെ ചെയ്ത അള്ളാഹു ആണ്, അവിടെ പറയുന്നില്ല. അൽ ഫിഅലു, ഫിഅല് നൗആനി, 2 വിധമുണ്ട്, മഅറൂഫുൻ മജ്ഹൂലുൻ. ഇദാ ദുക്കിറ മഅൽ ഫിഅലി, ഫിഅലിൻ്റെ കൂടെ പറയപ്പെട്ടാൽ, ഫായിലുഹു, അതിൻ്റെ ഫായിൽ പറയപ്പെട്ടാൽ, യുസമ്മ മഅറൂഫൻ, അതിന് മഅറൂഫ് എന്ന് പേര് പറയപ്പെടും. വ ഇല്ല, അങ്ങനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ യുസമ്മ മജ്ഹൂലൻ, മജ്ഹൂൽ എന്നും പറയപ്പെടും. അപ്പോൾ ഒരു ഫിഅല് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഖുലിഖ എന്നാണ് ഫിഅല് അല്ലേ, ഖുലിഖ, അത് സർഫാക്കുമ്പോൾ ഖുലിഖ, ഖുലിഖ, ഖുലിഖു, ഖുലിഖത്ത് എന്ന് വരും. അപ്പോൾ ഖുലിഖ, സൃഷ്ടിക്കപ്പെട്ടു. ആര് അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ എന്താ മറുപടി, ഒട്ടകം അല്ലേ, സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ ഖലഖ, സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആര് എന്ന് ചോദിച്ചാൽ ആരെ പറയാം, അള്ളാഹു, അള്ളാഹുവാണ് സൃഷ്ടിച്ചത് അല്ലേ. അപ്പോൾ അങ്ങനെ ആര് എന്ന ചോദ്യത്തിന് മറുപടിയിൽ ഫായിൽ, പ്രവർത്തിച്ച ആളെയാണോ പറയുന്നത്, എന്നാൽ അത് മഅറൂഫാണ്. അങ്ങനെ ആര് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആര് എന്ത് അങ്ങനെ ചോദിക്കുമ്പോൾ പ്രവർത്തിച്ച വ്യക്തിയെ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മജ്ഹൂലാണ്. ഇതിന് ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഖലഖ, ഖുലിഖ. ഖലഖ എന്ന് പറയുമ്പോൾ സൃഷ്ടിച്ചു, ആര്, അള്ളാഹു. അപ്പോൾ സൃഷ്ടിച്ച ആളെ പറയുന്നു, അപ്പോൾ ഖലഖ മഅറൂഫാണ്. ഖുലിഖ, സൃഷ്ടിക്കപ്പെട്ടു, ആര്, ഒട്ടകം. അപ്പോൾ സൃഷ്ടിച്ച ആളെ പറയുന്നില്ല, അപ്പോൾ അതും ഖുലിഖ മജ്ഹൂലാണ്. വ ഇദാ കാനൽ ഫിഅലു, ഫിഅലായാൽ, മജ്ഹൂലൻ, മജ്ഹൂലായാൽ, യുഖാമു മഫ്ഊലും ബിഹി, മഫ്ഊല് ബിഹി നിർത്തപ്പെടും, മർഫൂഅൻ, മർഫൂ ആക്കിയിട്ട്, മഖാമൽ ഫായിലി, ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെടും. ഫിഅല് മജ്ഹൂലായാൽ മഫ്ഊല് ബിഹിയെ മർഫൂ ആക്കിയിട്ട് ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെടും. എന്താ മർഫൂ ആക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മ് കൊടുക്കുക അല്ലേ. അങ്ങനെ കൊടുത്താൽ അതിന് റഫ് ചെയ്തു, ആ റഫ് ചെയ്താൽ ആ വാക്ക് മർഫൂ ആയി. അപ്പോൾ മർഫൂ ആക്കൽ വന്നു. അപ്പോൾ അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മ് കൊടുക്കുക, അതാണ് മർഫൂ ആക്കുക. അപ്പോൾ മഫ്ഊല് ബിഹിക്ക് ആദ്യം ലൊമ്മല്ലേ ഉണ്ടാവുക, അല്ല അല്ലേ. അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹയാണ് ഉണ്ടാവുക മഫ്ഊല് ബിഹി ആവുമ്പോൾ. അതിന് അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മാക്കിയിട്ട് മർഫൂ ആക്കിയിട്ട് എന്ത് ചെയ്യണം, ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തും. എപ്പോൾ, ഫിഅല് മജ്ഹൂലാവുമ്പോൾ. അപ്പോൾ യുഖാലു ലഹു, ആ സമയത്ത് അതിന് പറയപ്പെടും നായിബുൽ ഫായിൽ എന്ന് പറയപ്പെടും. അപ്പോൾ അതിൻ്റെ പേര് നായിബ് ഫായിലാണ്, പിന്നെ മഫ്ഊല് ബിഹി അല്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഫിഅല് മജ്ഹൂലായാൽ പിന്നെ മഫ്ഊല് ബിഹി അല്ല, അതിൻ്റെ പേര് നായിബ് ഫായിലാണ്. വഹുവ, നായിബ് ഫായിൽ, മർഫൂൻ, മർഫൂ ആണ്, കൽ ഫായിലി, ഫായിലിനെ പോലെ തന്നെ. ഫായിലിന് മർഫൂ ആണ് അല്ലേ, അവസാനത്തെ അക്ഷരത്തിന് ദമ്മ് കൊടുത്തിട്ട് റഫ് ചെയ്തിട്ടാണ് ഫായിൽ എപ്പോഴും പറയേണ്ടത്. അതുപോലെ തന്നെ നായിബ് ഫായിലും മർഫൂ ആണ്, കാരണം ഫായിലിൻ്റെ സ്ഥാനത്ത് വരുന്നു, അതുകൊണ്ടത് മർഫൂ ആണ്. ഇവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എങ്ങനെയാണ് മഫ്ഊല് ബിഹിയെ നായിബ് ഫായിലാക്കിയിട്ട് മാറ്റുക, മർഫൂ ആക്കി കൊണ്ടുവന്ന് വെക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് അല്ലേ. ലറബൽ ഉസ്താദു, ഉസ്താദ് അടിച്ചു, അൽ വലദ, കുട്ടിയെ. അവിടെ അടിച്ച ആൾ ഉസ്താദ് അല്ലേ, ആരെ അടിച്ചു, കുട്ടിയെ. അപ്പോൾ ഉസ്താദ് ഫായിൽ, അൽ ഉസ്താദു എന്ന് അവസാനം ലമ്മ കൊടുത്ത് മർഫൂ ചെയ്ത് പറയണം. പിന്നെ അൽ വലദ എന്ന അവസാനം ഫതഹ് കൊടുത്ത് മൻസൂബാക്കി പറയണം. ഇനി അൽ ദറബ എന്ന മഅറൂഫായ ഫീലിനെ മജ്ഹൂലാക്കുമ്പോൾ ദുരിബ, അടിക്കപ്പെട്ടു, ആര്, അടിക്കപ്പെട്ടത് കുട്ടിയാണ്. അപ്പോൾ ദുരിബൽ വലദു, കുട്ടി അടിക്കപ്പെട്ടു. നേരത്തെ അൽ വലദ എന്നുള്ളത് ഇവിടെ അൽ വലദു എന്ന് മർഫൂ ആക്കിയിട്ട് നമ്മൾ എന്തായി, ഫായിലിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ചില്ലേ. എന്ന് പറഞ്ഞാൽ ഫീൽ കഴിഞ്ഞാൽ ആര് എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്ന അവിടെ
അതിനെ കൊണ്ടുവന്ന് വെച്ചു അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ദുരിബൽ വലതു എന്നായി മാറി. അപ്പോൾ അതിൻ്റെ പേര് അൽ വലതു എന്നത് നായിബ് ഫായിലാണ്. നേരത്തെ ലറബൽ ഉസ്താദ് വൽ വലദ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വലത് മഫ്ഊൽ ബിഹിയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു ബൈത്ത് ഉണ്ട്, ഇത് നിർബന്ധമായിട്ട് കാണാതെ പഠിക്കണം. യനൂബു മഫ്ഊലുൻ ബിഹി അൻ ഫായിലിൻ ഫീമാ ലഹു കാനീല ഖൈറു നായിലി. തദ്രീബാത്ത്. നസ്അലു വനുജീബു. നസ്അലു നമുക്ക് ചോദിക്കാം, വനുജീബു ഉത്തരം പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എങ്ങനെയാണ് മഅറൂഫായ ഫിഅലിനെ മജ്ഹൂലാക്കുക, അതുപോലെ എങ്ങനെയാണ് മജ്ഹൂലായ ഒരു ഫിഅലിനെ കണ്ടാൽ തിരിച്ചറിയുക, ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഈ ഒരു ഭാഗം ശരിക്കും പഠിക്കണം. ഇത് എല്ലാ പ്രാവശ്യവും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുന്ന ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അസ്സുആലു ചോദ്യം. കൈഫ യുജാലുൽ ഫിഅലുൽ മഅറൂഫ് മജ്ഹൂലൻ. എങ്ങനെയാണ് മഅറൂഫായ ഫിഅലിനെ മജ്ഹൂലാക്കുന്നത്? അൽ ജവാബു ഉത്തരം. ലുമ്മാനി ലൊമ്മ് ചെയ്യ് ഫ അൽ ഫിഅലി. ഫ ഫിഅലിന് നീ ലൊമ്മ് ചെയ്യ് എന്ന് പറഞ്ഞാൽ മാദിയായ ഫിഅലിലെ ആദ്യത്തെ അക്ഷരമാണ് ഫ ഫിഅൽ, അഥവാ ഫഅല എന്ന് പറയുമ്പോൾ ഫ വരുന്ന സ്ഥലം, അതാണ് ഫ ഫിഅൽ. വക്സിർ നീ കസ്ർ ചെയ്യ് മാ ഖബലൽ ആഖിരി അവസാനത്തിന് മുമ്പുള്ളതിന് ഫിൽ മാദി മാദിയായ ഫിഅലിൽ. അപ്പോൾ മാദിയായ ഫിഅലിൽ ഫാഫിലിന് ലൊമ്മും അവസാനത്തിന് മുമ്പ് കസ്റും. അപ്പോൾ ഫഅല എന്നത് ഫുഇല അല്ലേ എന്നായാൽ അത് മജ്ഹൂലായ ഫിഅലായി. മിസ്ലു ഉദാഹരണം ഫുഇല. ഫഅല എന്നത് ഫുഇല, ഖതല ഖുതില, ശരിബ ശുരിബ, നസറ നുസിറ, സമിയ സുമിയ, ളറബ ളുരിബ. ഈ രീതിയിൽ മാറും. വഫിൽ മുലാരി മുലാരിയായ ഫീലിൽ ഉൽമും നീ ലൊമ്മ് ചെയ്യ് ഹർഫൽ മുലാറായത്തി മുലാറായത്തിൻ്റെ അക്ഷരത്തിന് നീ ലൊമ്മ് ചെയ്യ്. മുലാരിയായ ഫീലിൽ തുടക്കത്തിൽ യാ താ അലിഫ് നൂന് ഈ നാലിൽ ഏതെങ്കിലും ഒരു അക്ഷരം തുടക്കത്തിൽ വരുള്ളൂ. ഒരക്ഷരം ഒന്നും തുടക്കത്തിൽ വന്നാൽ അത് മുലാരിയായ ഫീലാവില്ല. അപ്പോൾ ആ 4 അക്ഷരം ഏതാണോ വരുന്നത് അതിന് ഹർഫുൽ മുലാറായത്ത് എന്നാണ് പേര് പറയാം. എന്ന് പറഞ്ഞാൽ മുലാരിയായ ഫീലിലെ ആദ്യത്തെ അക്ഷരം. വഫ്തഹ് നീ ഫതഹ് ചെയ്യ് മാ ഖബലൽ ആഖിരി അവസാനത്തിന് മുമ്പുള്ളതിന് ഫതഹ് ചെയ്യ്. അപ്പോൾ യഫ്അലു എന്നുള്ളത് യുഫ്അലു എന്നായാൽ അത് മജ്ഹൂലായി. മിസ്ലു ഉദാഹരണം യഫ്തഹു യുഫ്തഹു, യജ്അലു യുജ്അലു, യദ്കുറു യുദ്കറു, യക്റമു യുക്റമു, യഹ്റുമു യുഹ്റമു. അപ്പോൾ അവസാനത്തിന് മുമ്പ് ഫതഹാണ് ആദ്യം എന്നുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റണ്ട. അതുപോലെ മാദിയ ഫീൽ അവസാനത്തിന് മുമ്പ് കസ്റാണെങ്കിൽ പിന്നെ മാറ്റണ്ട. അതല്ലെങ്കിൽ അതിനെ മാറ്റിയിട്ട് മാദിയ ഫീലാണെങ്കിൽ കസ്റാക്കുക, മുലാരിയ ഫീലാണെങ്കിൽ ഫതഹാക്കുക. തുടക്കത്തിലുള്ളത് മാദി ആണെങ്കിലും മുലാരി ആണെങ്കിലും ലമ്മ് ചെയ്യുക, എന്നാൽ അത് മജ്ഹൂലായ ഫീലായി. നഖ്റഉ നമുക്ക് വായിക്കാം അംസിലത്തൻ ചില ഉദാഹരണങ്ങൾ മിനൽ ഖുർആനി ഷരീഫ് ഖുർആൻ ഷരീഫിൽ നിന്നുള്ള. ഖുലിഖൽ ഇൻസാനു ലഈഫ. ഖുലിഖ സൃഷ്ടിക്കപ്പെട്ടു, അൽ ഇൻസാനു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. ഖുലിഖ മജ്ഹൂലാണ്, അപ്പോൾ സൃഷ്ടിച്ച ആളെ പറയുന്നില്ല. ലഈഫൻ ബലഹീനനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. ബുസ്സത്തിൽ ജിബാലു പർവ്വതങ്ങൾ പൊടിക്കപ്പെട്ടാൽ. ബസ്സൻ ഒരു പൊടിക്കൽ, പൊടിക്കപ്പെട്ടാൽ. ബുസ്സത്താണ് പൊടിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. ഇതിന് മുമ്പുള്ള ആയത്തിൽ ഒരു ഇത ഉണ്ടാവും, അപ്പോൾ അതിൽ നിന്ന് വരുന്നതാണ് പൊടിക്കപ്പെട്ടാൽ ആൽ എന്നർത്ഥം വരുന്നത്. ഫുതിഹത്തി സമാഉ ആകാശം തുറക്കപ്പെട്ടു. നജാലുൽ അഫ്ആലൽ ആതിയ ശേഷം വരുന്ന ഫീലുകളെ നമുക്കാക്കാം മജ്ഹൂലൻ മജ്ഹൂലാക്കാം. ഖറഅ അബി ഖുർആനൻ. ഖറഅ ഓതി, അബി എൻ്റെ ഉപ്പ ഓതി, ഖുർആനൻ ഖുർആൻ ഓതി. ഈ ഖറഅ എന്ന ഫീലിനെ നമുക്ക് മജ്ഹൂലാക്കണം. ഇത്തരം ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഖറയുടെ മജ്ഹൂലാക്കാൻ ആദ്യം ലമ്മ് കൊടുക്കുക, പിന്നെ അവസാനത്തിന് മുമ്പ് കസ്ർ കൊടുക്കുക. അപ്പോൾ എന്താവും? ഖുരിഅ എന്നാവും അല്ലേ. ഖുരിഅ ഓതപ്പെട്ടു. എന്ത്? ഖുർആനാണ് ഓതപ്പെട്ടത്. അപ്പോൾ ഖുർആനൻ എന്ന മഫ്ഊൽ ബിഹിയെ നായിബ് ഫായിലാക്കണം അല്ലേ, ഫീൽ മജ്ഹൂലാവുമ്പോൾ. അപ്പോൾ അവിടെ അൽ ഖുർആനു എന്ന് പറയണം, അവസാനം ലമ്മ് കൊടുത്ത് മർഫു ആക്കി പറയണം. അപ്പോൾ ഖുർആനുൻ അല്ലെങ്കിൽ അൽ ഖുർആനു രണ്ടും പറയാം. അൽ ഖുർആനു ഖുർആൻ ഓതപ്പെട്ടു, ഇങ്ങനെയാണ് ഉണ്ടാവുക. അടുത്തതോ അക്കലത്ത് ബക്കറത്തുൻ പശു തിന്നു, സർഅ അഖി എൻ്റെ സഹോദരൻ്റെ കൃഷി തിന്നു. ഇവിടെ അക്കലത്ത് എന്നതാണ് ഫിഅൽ. അക്കലത്ത് എന്നത് സൊറഫാക്കുമ്പോൾ ഫസ്റ്റിൽ എന്താ ഉണ്ടാവുക? അക്കല. അക്കല അക്കല അക്കലു അക്കലത്ത്, അങ്ങനെയല്ലേ. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് എടുക്കണം അക്കല, എന്നിട്ട് അതിനെ മജ്ഹൂലാക്കണം. അപ്പോൾ ഉക്കീല എന്ന് വരും. ഉക്കീല തിന്നപ്പെട്ടു. എന്താ തിന്നപ്പെട്ടത്? കൃഷി അല്ലേ, സർഅ കൃഷി. അപ്പോൾ സർഉ എന്ന് മർഫൂആക്കുക, സർഅ എന്ന് മഫ്ഊൽ ബിഹി ആവുമ്പോൾ ഉള്ളത് നായിബ് ഫായിലാവുമ്പോൾ സർഉ. ഉക്കീല സർഉ അഖി എൻ്റെ സഹോദരൻ്റെ കൃഷി തിന്നപ്പെട്ടു. ഫീൽ മജ്ഹൂലാവുമ്പോൾ ഇവിടേക്കുള്ള ഫായിലായ അബി, ഇവിടെയുള്ള ബക്കറത്ത് അതൊക്കെ ഇല്ലാതായി. ഇവിടെ അക്കലത്ത് എന്നതിൽ താഴുള്ളത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഫായിലായ ബക്കറത്ത് എന്നതിൽ ഹാത്ത ഉണ്ട്, അത് മുഹന്നസാണ്, അതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ ഉക്കീലത്ത് എന്ന് പറയാൻ പറ്റില്ല, കാരണം സർ എന്നത് മുദക്കറാണ്. അപ്പോൾ ഉക്കീല എന്നേ പറ്റുള്ളൂ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഫായിൽ മുഹന്നസ് ആവുമ്പോഴാണ് ആ ഫിഅലിൽ താഴ് കൊടുത്ത് മുഹന്നസാക്കുക. എന്നാൽ ഇവിടെ നായിബ് ഫായിൽ മുദക്കറാണ്, അപ്പോൾ ഈ ഫിഅൽ മുദക്കറാണ്. ഫറളല്ലാഹു അള്ളാഹു നിർബന്ധമാക്കി, അസ്വമ നോമ്പിനെ നിർബന്ധമാക്കി. അപ്പോൾ ഫറളയുടെ മജ്ഹൂല് ഫുരിള. ഫുരിള നിർബന്ധമാക്കപ്പെട്ടു. എന്താ നിർബന്ധമാക്കപ്പെട്ടത്? നോമ്പിലെ. അപ്പോൾ ഫുരിള സ്വൗമു
നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. അടുത്തത് യഹുജ്ജുന്നാസു, ജനങ്ങൾ ഹജ്ജ് ചെയ്യും ബൈത്തല്ലാഹി, അള്ളാഹുവിൻ്റെ വീട് അഥവാ കഅബയെ ഹജ്ജ് ചെയ്യും. ഇവിടെ എന്താ ഉണ്ടാവുക? യഹുജ്ജു മുലാരി ആഫിയലാണ് അല്ലേ. അതിനെ മജ്ഹൂലാക്കാൻ ഫസ്റ്റ് ലമ്മ് കൊടുക്കുക, അവസാനത്തിന് മുമ്പ് ഫതഹ് കൊടുക്കുക. അപ്പോൾ യുഹജ്ജു ഹജ്ജ് ചെയ്യപ്പെടും. എന്താ ഹജ്ജ് ചെയ്യപ്പെടുന്നത്? അള്ളാഹുവിൻ്റെ വീടായ കഅബ അല്ലേ. അപ്പോൾ ബൈത്തു എന്ന് അവിടെ ലമ്മ് കൊടുത്തിട്ട് പറയാം. ബൈത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ വീട് ഹജ്ജ് ചെയ്യപ്പെടും. ഇങ്ങനെ ഉണ്ടാവുക. നുക്മിലു, നമുക്ക് പൂർത്തിയാക്കാം. ബി നായിബിൽ ഫായിലിൽ മുനാസിബി, യോജിച്ച നായിബ് ഫായിൽ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം. യുസറാവു, കൃഷി ചെയ്യപ്പെടും. ബ്രാക്കറ്റിൽ അൽ അറുസ, അൽ അറുസു, അൻ നഹ്ലത്തു. അറുസ എന്ന് പറഞ്ഞാൽ നെല്ല് അല്ലേ. നഹ്ലത്ത് പറഞ്ഞാൽ ഈത്തപ്പന. ഇവിടെ എന്താ യോജിക്കുക? യുസറാവു എന്നത് മുദാരിയായ ഫിഅലാണ്, അത് മജ്ഹൂലാണ് അല്ലേ. ആദ്യം ലമ്മാണ്, അവസാനത്തിന് മുമ്പ് ഫതഹാണ്. അപ്പോൾ മജ്ഹൂലായതുകൊണ്ട് ഇനി നായിബ് ഫായിൽ കൊടുക്കണം. നായിബ് ഫായിൽ മർഫൂ ആണ്. ഇവിടെ മർഫൂ ഉള്ളത് അൽ അറുസു, അൻ നഹ്ലത്തു, ഇത് രണ്ടുമാണ്. അപ്പോൾ അറുസ എന്നുള്ളത് നമുക്ക് എന്തായാലും കൊടുക്കാൻ കഴിയില്ല. ഇനി രണ്ടെണ്ണത്തിൽ ഇത് ഏതാണ് ഇവിടെ യോജിക്കുക? അൽ അറുസു എന്നത് മുദക്കറാണ്. അൻ നഹ്ലത്തു അവസാനം താ ഉണ്ട്, മുഅന്നസാണ് അല്ലേ. ഇവിടെയുള്ള ഫിഅല് മുദക്കറല്ലേ. യുസറാവു സൊറഫാക്കുമ്പോൾ ഫസ്റ്റ് ഉള്ളതല്ലേ. യുസറാവു, യുസറാനി, യുസറാവൂന, അതൊക്കെ മുദക്കറാണ് അല്ലേ. അയ്യാ ത ആയിട്ട് തുസറാവു എന്നാലല്ലേ മുഅന്നസാകുക. തുസറാവു, തുസറാനി, യുസറായിന, ഈ മൂന്നാണല്ലോ മുഅന്നസ്. അപ്പോൾ ഇവിടെ മുദക്കർ ഉള്ളത് അൽ അറുസു ആണ്. അതുകൊണ്ട് അത് ഇവിടെ കൊടുക്കുക, യുസറാവുൽ അറുസു. അടുത്തതാണ് സുരിഖത്ത്, മോഷ്ടിക്കപ്പെട്ടു. അസ്സയ്യാറത്തു, അസ്സയ്യാറത്ത, അൽമാലു. ഇവിടെ സുരീഖ അത് മജ്ഹൂലായ ഫിഅലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നായിബ് ഫായിൽ വേണം. അതിന് മർഫൂ ഉള്ളത് അസ്സയ്യാറത്തു, അൽമാലു. അപ്പോൾ അസ്സയ്യാറത്ത എന്നത് നമുക്ക് പറ്റില്ല. എന്നാൽ ഇവിടെ സുരീഖത്ത് അവസാനം താഗ് കൊടുത്ത് മാലിയായ ഫിഅൽ മുഅന്നസ തന്നത്. സുരീഖ, സുരീഖ, സുരീഖു, സുരീഖത്ത്. ഇവിടെ മുഅന്നസ് ഉള്ളത് ഏതാണ്? അൽമാലു മുദക്കറാണ്, അസ്സയ്യാറത്തു ആണ് മുഅന്നസ് ഉള്ളത് അല്ലേ. അപ്പോൾ സുരീഖത്തി സയ്യാറത്തു, കാറ് മോഷ്ടിക്കപ്പെട്ടു. ഇതാ കുവ്വിറത്ത്, ചുറ്റി പൊതിയപ്പെട്ടാൽ. ഇവിടെ സൂര്യനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഇവിടെ അൽ ഖമറു എന്നത് എന്തായാലും ഇവിടെ യോജിക്കൂല. കാരണം അൽ ഖമറു എന്നത് മുദക്കറാണ്. കുവ്വിറത്ത് എന്നതിൽ താ വന്നിട്ട് മാലിയ ഫിഅലാണ്. കുവ്വിറ, കുവ്വിറ, കുവ്വിറു, കുവ്വിറത്ത് മുഅന്നസാണ് വന്നത്. അതുകൊണ്ട് ഖമറു എന്നത് പറ്റില്ല. ഇനി അഷംസി, അഷംസു. ഷംസ് എന്നത് മുഅന്നസാണ്. അവസാനം താ ഇല്ലാതെ തന്നെ മുഅന്നസാവുന്ന ചില വാക്കുകൾ പെട്ടതാണ് ഷംസ്. അതുപോലെ ഇവിടെ വന്ന സമാ കണ്ടോ, സമാ മുഅന്നസ ആയതുകൊണ്ടാണ് ഇവിടെ ഫുതിഹത്ത് കൊടുത്തത്, അല്ലെങ്കിൽ ഫുതിഹ എന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് ഇവിടെ യോജിക്കുന്നത് കുവ്വിറത്ത് എന്നത് കുവ്വിറ മജ്ഹൂലായ ഫിഅലാണ്. അതുകൊണ്ട് ഇവിടെ യോജിക്കുക ഷംസു എന്ന വാക്കാണ്. ഇദ ഷംസു, ഇത് ഖുർആനിൽ വന്നതാണല്ലോ. ഇദ ഷംസു കുവ്വിറത്ത്, കാരണം അപ്പോൾ അത് നായിബ് ഫായിലായി. ഇൻഷാ അല്ലാഹ് ഇത്തരം ചോദ്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പേജിൽ നമ്മൾ വിശദമായിട്ട് ഈ നായിബ് ഫായിലിനെ മഫ്ഊല് ബിഹി ആക്കുന്നതും മഫ്ഊല് ബിഹിയെ നായിബ് ഫായിലാക്കുന്നതുള്ള രീതിയിൽ, അഥവാ ഫിഅലിനെ മഅറൂഫ് മജ്ഹൂലായിട്ട് ഉപയോഗിക്കുന്ന രീതികൾ വിശദമായിട്ട് നമുക്ക് മനസ്സിലാവാനാണ് ഈ പട്ടിക തന്നത്. അത് നോക്കാം. നുലാഹിദുൽ ജദ്വല, നമുക്ക് പട്ടിക പരിശോധിക്കാം. ഫിഅല് ഖതല, കൊന്നു. അൽ അസദു, സിംഹം കൊന്നു. അൽ അർനബ, മുയലിനെ കൊന്നു. ഇനി ആ ഖതലയുടെ മജ്ഹൂല് കുത്തില, എന്താണ് കൊല്ലപ്പെട്ടത്? അൽ അർനബു ആണ്. അർനബു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാനം താ ഇല്ലാതെ തന്നെ മുഅന്നസായിട്ട് ഉള്ള ഒരു വാക്കാണ്. മുഅന്നസ് ആയതുകൊണ്ട് ഇവിടെ കുത്തില എന്ന് പോരാ, കുത്തിലത്ത് എന്ന് വേണം. കൂട്ടി വായിക്കുമ്പോൾ കുത്തിലത്തിൽ എന്ന് വരും. കുത്തിലത്തിൽ അർനബു, മുയൽ കൊല്ലപ്പെട്ടു. വറബൽ വലതു, ആൺകുട്ടി അടിച്ചു. അൽ അഖറബ, തേളിനെ അടിച്ചു. ലുരിബ, അടിക്കപ്പെട്ടു. അൽ അഖറബു, തേൾ അടിക്കപ്പെട്ടു. നസ്റൽ ഗനിയു, ധനികൻ സഹായിച്ചു. അൽ ഫഖീറ, ദരിദ്രനെ. നുസിറൽ ഫഖീറു, ദരിദ്രൻ സഹായിക്കപ്പെട്ടു. ഫതഹത്തിൽ ബിന്തു, പെൺകുട്ടി തുറന്നു. അൽ ബാബ, വാതിൽ. ഫുതിഹൽ ബാബു, വാതിൽ തുറക്കപ്പെട്ടു. കസറത്തിൽ ഹിറത്തു, പൂച്ച പൊട്ടിച്ചു. അസുജാജത്ത, ചില്ല്. കുസിറത്തി സുജാജത്തു, ചില്ല് പൊട്ടിക്കപ്പെട്ടു. യക്തുബുൽ ഉസ്താദു, ഉസ്താദ് എഴുതുന്നു. അർ റിസാലത്ത, കത്ത്. തുക്തബുൽ റിസാലത്തു, കത്ത് എഴുതപ്പെടുന്നു. തഖ്റഉൽ ഉമ്മു, ഉമ്മ ഓതുന്നു. അൽ ഖുർആന, ഖുർആൻ. യുഖ്റഉൽ ഖുർആനു, ഖുർആൻ ഓതപ്പെടുന്നു. തഫ്തഹുൽ ഖാദിമത്തു, വേലക്കാരി തുറക്കുന്നു. അൽ ബവാബത്ത, ഗേറ്റ്. തുഫ്തഹുൽ ബവാബത്തു, ഗേറ്റ് തുറക്കപ്പെടുന്നു. യുൻസിലുല്ലാഹു, അള്ളാഹു ഇറക്കുന്നു. അൽ മതറ, മഴയെ ഇറക്കുന്നു, അഥവാ മഴയെ പെയ്യിപ്പിക്കുന്നു. യുൻസലുൽ മതറു, മഴ ഇറക്കപ്പെടുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ മഫ്ഊല്, ഇതൊക്കെ മഫ്ഊല് ബിഹിയാണ്. എല്ലാത്തിനും അവസാനം ഫതഹ് കൊടുത്തിട്ട് മൻസൂബാക്കിയിട്ടാണുള്ളത്. എന്നാൽ അത് ഈ ഫിഅലൊക്കെ മജ്ഹൂലായ സമയത്ത് ഈ മഫ്ഊലുകളൊക്കെ നായിബ് ഫായിലായി മാറി. ആ സമയത്ത് അവസാനം ഫതഹ് ഉള്ളതൊക്കെ ലമ്മായിട്ട് മർഫൂ ആയിട്ടാണുള്ളത്. അതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മഫ്ഊല് ബിഹി എന്താ നമുക്ക് മനസ്സിലായി. ഫിഅല് മജ്ഹൂലാവുമ്പോൾ നായിബ് ഫായിലായി മാറുന്ന ഒന്നാണ് മഫ്ഊല് ബിഹി. അങ്ങനെയാണ് മഫ്ഊല് ബിഹിയെ മനസ്സിലാക്കേണ്ടത്.
എന്താണ് മഫ്ഊല് ബിഹി എന്നൊരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. കാരണം അത് നമ്മളെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നില്ല. നമ്മോട് ചോദിക്കുക ഫിഅൽ എത്ര വിധമാണ്? 2 വിധം, മഅറൂഫ് മജ്ഹൂൽ. അതുപോലെ ഈ ഒരു ഭാഗം എന്താണ് മഅറൂഫ് എന്നുള്ളത്. ഇദാ ദുക്കിറ മഅൽ ഫീലി ഫായിലുഹു യുസമ്മ മഅറൂഫൻ, അല്ലെങ്കിൽ ഇത് പൂരിപ്പിക്കാൻ വരും വഇല്ലാ യുസമ്മ മജ്ഹൂലൻ വരെ, അല്ലെങ്കിൽ ഈ ഭാഗം പൂരിപ്പിക്കാൻ വരലുണ്ട്. വഇദാ കാനൽ ഫിഅലു മജ്ഹൂലൻ യുഖാമു മഫ്ഊലുൻ ബിഹി മർഫൂഅൻ മഖാമൽ ഫായിലി വയുഖാലു ലഹു നായിബുൽ ഫായിലി, ഇത് പൂരിപ്പിക്കാൻ വരലുണ്ട് ചിലപ്പോൾ. അതുപോലെ ചോദ്യമായിട്ടോ പൂരിപ്പിക്കാനോ ഈ ഒരു ഭാഗം വരലുണ്ട്. വഇല്ലം യകുല്ലിൽ ഫിഅലി മഫ്ഊലുൻ ബിഹി ലാ യുദ്കറുൽ ഫിഅലു ഇല്ലാ മഅൽ ഫായിലി. ഈ ഒരു ഭാഗമൊക്കെയാണ് ഇതിൽ നിർബന്ധമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ലുമ്മ ഫഅൽ ഫിഅലി വക്സിർ മാ ഖബലൽ ആഖിരി ഫിൽ മാദി, മാദിയിൽ എങ്ങനെ മജ്ഹൂലാക്കുക എന്നുള്ളത്. മുദാരിയിൽ എങ്ങനെയാണ്? വഫിൽ മുദാരി ഉൽമും ഹർഫൽ മുദാറാത്തി വഫ്തഹ് മാ ഖബലൽ ആഖിരി. ഈ ഭാഗമാണ് നിർബന്ധമായിട്ട് കാണാതെ പഠിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. എന്നാൽ നമുക്ക് അടുത്ത പട്ടിക നോക്കാം. യുഹവ്വിലു നമുക്ക് തെറ്റിക്കാം നായിബൽ ഫായിലി, നായിബ് ഫായിലിനെ തെറ്റിക്കുക. മഫ്ഊലൻ മഫ്ഊലാക്കിയിട്ട് തെറ്റിക്കുക. ഇവിടെ മഫ്ഊൽ നായിബ് ഫായിലായില്ലേ, ഇനി ഇവിടെ നായിബ് ഫായിൽ മഫ്ഊലാക്കുക, അത്രയേ ഉള്ളൂ. വനക്തുബുൽ ജുമല മുഫീദത്തൻ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളത് പോലെ ജുംല മുഫീദ നമുക്ക് എഴുതാം. ജുംല മുഫീദ എന്ന് പറഞ്ഞാൽ ഫിഅലും ഫായിലും മഫ്ഊലൊക്കെ ഉള്ള ജുംലക്ക് ജുംല മുഫീദ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഫിഅലും നായിബ് ഫായിലുള്ളത്, അതിനെ മാറ്റിയിട്ട് ഫിഅലും ഫായിലും മഫ്ഊൽ ബിഹി ഉള്ള ജുംല മുഫീദ ആക്കുക. ഇൻഷാ അല്ലാഹ് നോക്കാം. ഖുതിലത്തിൽ ഹയ്യത്തു, പാമ്പ് കൊല്ലപ്പെട്ടു. ഖതലർ റജുലു, ഇവിടെ റജുലു എന്ന ഒരു ഫായിലിനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുക, റജുലു എന്നോ അല്ലെങ്കിൽ അൽ വലദു എന്നോ ഏതും കൊടുക്കുക. ഖതലർ റജുലു, പുരുഷൻ കൊന്നു. അൽ ഹയ്യത്ത, ഹയ്യത്തു എന്നത് ഇവിടെ മഫ്ഊൽ ബിഹി ആകുമ്പോൾ അൽ ഹയ്യത്ത എന്ന് മൻസൂബാക്കുക. പാമ്പിനെ പുരുഷൻ കൊന്നു. സുരിഖൽ മാലു, സമ്പത്ത് മോഷ്ടിക്കപ്പെട്ടു. സറഖ എന്നായി മഅറൂഫ് ആകുമ്പോൾ അല്ലേ, സറഖ മോഷ്ടിച്ചു. അൽ ലിസ്സു, കള്ളൻ മോഷ്ടിച്ചു. അൽ മാല, സമ്പത്തിനെ. യുഫ്തഹു ശുബാക്കു, ജനൽ തുറക്കപ്പെടും. യഫ്തഹു, തുറക്കും. അൽ വലദു, ആൺകുട്ടി. അഷുബാക്ക, ജനൽ. യുൻസറുൽ ഫഖീറു, ഫഖീർ സഹായിക്കപ്പെടും. യൻസുറു, സഹായിക്കും. അൽ ഗനിയു, ധനികൻ. അൽ ഫഖീറ, ദരിദ്രനെ. ഖുരിഅത്തിൽ ജരീദത്തു, പത്രം വായിക്കപ്പെട്ടു. അതിൻ്റെ മഅറൂഫ് എടുക്കുമ്പോൾ ഖുരിഅ എന്നതിൻ്റെ മഅറൂഫ് ഖറഅ, വായിച്ചു. ഖറഅ അബി, എൻ്റെ ഉപ്പ വായിച്ചു. അൽ ജരീദത്ത, പത്രം വായിച്ചു. യുഗ്ലഖു ശാരിഉ, റോഡ് അടക്കപ്പെടും. ഇവിടെ യഗ്ലിഖു, അടക്കും. അൽ ആമിലു, ജോലിക്കാരൻ അടക്കും. അശാരിയ, റോഡ് അടക്കും. അങ്ങനെ കൊടുക്കുക. മുലി അൽ ഇനാഉ, പാത്രം നിറക്കപ്പെട്ടു. മുലി എൻ്റെ മഅറൂഫ് മലഅ, മലഅ നിറച്ചു. ആര് നിറച്ചു? ഉമ്മയാണെങ്കിൽ അത് മുഅന്നസാണ് അല്ലേ, അപ്പോൾ മലഅത്ത് എന്ന് വേണം. മലഅത്തിൽ ഉമ്മു, ഉമ്മ നിറച്ചു. അൽ ഇനാഅ, പാത്രം. അപ്പോൾ ഈ രീതിയിലാണ് മഅറൂഫ് മജ്ഹൂൽ എന്ന ഫിഅലുകളുടെ പ്രയോഗങ്ങൾ. ഇൻഷാ അല്ലാഹ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് കാണാതെ പഠിക്കുക. പിന്നെ ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ അർത്ഥം വെച്ച് പഠിക്കുക. ഒരുപാട് ജുംലകൾ വന്നിട്ടുണ്ട്. ഏതും അറബി തന്നിട്ട് അർത്ഥം എഴുതാനും അർത്ഥം തന്നിട്ട് അറബിയാക്കാനും അതുപോലെ പൂരിപ്പിക്കാൻ ഈ രീതിയിലൊക്കെ വരാം ഇൻഷാ അല്ലാഹ്. ഏത് വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ കഴിയണം ഇൻഷാ അല്ലാഹ്. അടുത്ത പാഠം നോക്കാം. അദർസുസാനി അർ റിഹ്ലത്തു, യാത്ര. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് മഫ്ഊല് ഫീഹിയാണ്. മഫ്ഊല് ഫീഹി എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്തെയോ അല്ലെങ്കിൽ സ്ഥലത്തെയോ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പോയി അല്ലെങ്കിൽ ഞാൻ വന്നു, എപ്പോഴാന്നുള്ള സമയം പറയുമ്പോൾ അത് മഫ്ഊല് ഫീഹിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പാഠം നമുക്ക് നോക്കാം. റഹൽത്തു, ഞാൻ പോയി, യാത്ര പോയി. ഇലാ ബഗ്ദാദ, ബഗ്ദാദിലേക്ക് യാത്ര പോയി. ബുക്രത്ത യൗമിൽ ഖമീസ്, വ്യാഴാഴ്ച രാവിലെ നേരത്തെ പോയി. ബുക്രത്ത് പറഞ്ഞാൽ രാവിലെ നേരത്തെ, അതിനാണ് ബുക്രത്ത എന്ന് പറയാം. അപ്പോൾ പോയത് എപ്പോഴാണ്? ഇവിടെ ഫിഅൽ ഏതാ? റഹൽത്തു, ഞാൻ പോയി അല്ലേ. അതെപ്പോഴാണ് സംഭവിച്ചത്? ബുക്രത്ത, രാവിലെ നേരത്തെ. അപ്പോൾ ഇത് മഫ്ഊല് ഫീഹിയാണ്. എല്ലാ മഫ്ഊലും എന്താണ്? മൻസൂബാണ്. അതുകൊണ്ട് അവസാനം ഫത്ഹ് കൊടുത്ത് മൻസൂബാക്കി പറയണം. അതാണ് അവിടുത്തെ നിയമം. വദഖൽതു, ഞാൻ പ്രവേശിച്ചു. ബഗ്ദാദ, ബഗ്ദാദ് എന്ന നാട്ടിൽ ഞാൻ പ്രവേശിച്ചു. ലൈലത്ത സബ്തി, ശനിയാഴ്ച രാത്രി. എപ്പോഴാണ് പ്രവേശിച്ചത്? രാത്രി അല്ലേ. അപ്പോൾ അത് മഫ്ഊല് ഫീഹിയാണ്. വജലസ്തു, ഞാൻ ഇരുന്നു. ഇന്ദ അഖി, എൻ്റെ സഹോദരൻ്റെ അടുത്ത് ഇരുന്നു. മജീദി, മജീദ് എന്ന സഹോദരൻ്റെ അടുത്ത് ഞാൻ ഇരുന്നു. അപ്പോൾ ഇരുന്നത് എവിടെ? സഹോദരൻ്റെ അടുത്ത്. അപ്പോൾ അടുത്ത് എന്നത് മഫ്ഊല് ഫീഹിയാണ്. അപ്പോൾ തഗദ്ദൈതു, ഞാൻ പ്രാതൽ കഴിച്ചു. മഅഹു, അവൻ്റെ കൂടെ, സഹോദരനായ മജീദിൻ്റെ കൂടെ പ്രാതൽ കഴിച്ചു. യൗമൽ അഹദി, ഞായറാഴ്ച ദിവസം. എപ്പോഴാണ് കഴിച്ചത്? ഞായറാഴ്ച ദിവസം. അപ്പോൾ ദിവസം എന്ന യൗമ മഫ്ഊല് ഫീഹിയാണ്. സുമ്മ, പിന്നെ സിർന, ഞങ്ങൾ യാത്ര പോയി. ഇലൽ മഖ്ബറത്തി, മഖ്ബറയിലേക്ക് യാത്ര പോയി. മശൈതു, ഞാൻ നടന്നു. ഖൽഫ അഖി, എൻ്റെ സഹോദരൻ്റെ പിന്നിൽ നടന്നു. അപ്പോൾ എവിടെ നടന്നത്? പിന്നിലായിട്ട് അല്ലേ. അപ്പോൾ പിന്നിൽ എന്ന ഖൽഫ മഫ്ഊല് ഫീഹിയാണ്. വസുർന, ഞങ്ങൾ സന്ദർശിച്ചു. മഖാമ ഷെയ്ഖുൽ ആലം, ഷെയ്ഖുൽ ആലമിൻ്റെ മഖാമ് എന്ന് പറഞ്ഞാൽ മുഹിദ്ദീൻ ഷെയ്ഖിൻ്റെ മഖാമ് സന്ദർശിച്ചു. സുമ്മ, പിന്നെ റജഅന, ഞങ്ങൾ മടങ്ങി. ഫി ഹാദ ദർസി, ഈ പാഠത്തിൽ അൽഫാലുൻ, ചില ലഫ്ലുകളുണ്ട്, ചില വാക്കുകളുണ്ട്. മുലവനത്തുൻ, നിറം നൽകപ്പെട്ട. യുഖാലു ലഹ, അവകൾക്ക് പറയപ്പെടും. മഫ്ഊലുൻ ഫീഹി എന്നാണ് ഇതിൻ്റെയൊക്കെ പേര്. വൽ മഫ്ഊലു ഫീഹി, എന്താണ് മഫ്ഊലു ഫീഹി? ഇത് നിർബന്ധമായിട്ട് കാണാതെ പഠിക്കണം.
ഇസ്മുൻ ഒരു ഇസ്മാണ്, ഫിയല് മഫൂല് ഫി ആയിട്ട് വരില്ല അല്ലേ, എല്ലാ മഫൂലുകളും ഇസ്മ തന്നെ വരുള്ളൂ. ഇസ്മുൻ ഒരു ഇസ്മാണ്, യദുല്ലു അത് അറിയിക്കും, അലാ സമാനി വുഖൂഇൽ ഫിഅലി പ്രവൃത്തി സംഭവിച്ച സമയത്തിൻ്റെ മേൽ അറിയിക്കും. ഇവിടെ കണ്ടോ, ബുക്രത്ത് നേരത്തെ, ലൈലത്തെ രാത്രി അല്ലേ, യൗമ ദിവസം, അതൊക്കെ ഓരോ സമയങ്ങളല്ലേ. ഔ അല്ലെങ്കിൽ മക്കാനിഹി സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കും, പ്രവൃത്തി സംഭവിച്ച സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കും. ഇവിടെ ഇന്ത അടുത്ത് അല്ലേ, അതൊരു സ്ഥലമാണ്, ഖൽഫ പിന്നിൽ അതൊരു സ്ഥലമാണ്. അപ്പോൾ പ്രവൃത്തി സംഭവിച്ച സമയത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ മേൽ അറിയിക്കുന്നതാണ് മഫൂല് ഫിഹി. അപ്പോൾ യുസമ്മാദിന് പേര് പറയപ്പെടും ലൊർഫൻ, ലൊർഫ് എന്ന് പേര് പറയപ്പെടും. മഫൂല് ഫിഹി എന്ന് പറഞ്ഞാലും ലൊർഫ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്, രണ്ട് പേരുണ്ട്. വഹുവ അത് നൗആനി, ലൊർഫിലെ മഫൂല് ഫിഹി രണ്ട് ഇനമാണ്. ലൊർഫ് സമാൻ ഉണ്ട്, ലൊർഫ് മക്കാൻ ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ സമയത്തിൻ്റെ മേൽ അറിയിക്കുന്നതുണ്ട്, സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് അല്ലേ. സമാൻ പറഞ്ഞ സമയം, മക്കാന് സ്ഥലം. അപ്പോൾ ലൊർഫ് സമാൻ പറഞ്ഞാൽ പ്രവൃത്തി സംഭവിച്ച സമയത്തിൻ്റെ മേൽ അറിയിച്ചാൽ ലൊർഫ് സമാനാണ്, പ്രവൃത്തി സംഭവിച്ച സ്ഥലത്തിൻ്റെ മേൽ അറിയിച്ചാൽ അത് ലൊർഫ് മക്കാനുമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ലൊർഫു സമാനി, ലൊർഫ് സമാനാകുന്നത് മിസ്ലു ബുക്രത്ത ലൈലത്ത യൗമ പോലെ, ബുക്രത്ത നേരത്തെ, ലൈലത്ത രാത്രി, യൗമ പകൽ, ഇതൊക്കെ പോലെ ഒക്കെ സമയമാണ്. അപ്പോൾ ലൊർഫുൽ മക്കാനി, ലൊർഫ് മക്കാനി മിസ്ലു ഇന്ദ ഖൽഫ പോലെ, ഇന്ദ അടുത്ത്, ഖൽഫ പിന്നിൽ, അതൊക്കെ സ്ഥലമാണ്. അപ്പോൾ തിൽക്കൽ കലിമാത്തു ഈ കലിമത്തുകളെല്ലാം, കുല്ലുഹ ഇവകളെല്ലാം മൻസൂബത്തുൻ മൻസൂബാണ്, എല്ലാത്തിനും അവസാനം ഫതഹ് കൊടുത്ത് മൻസൂബാണ് ഉണ്ടാവുക അല്ലേ. കാരണം എന്താണ്, മഫ്ഊലാണ്. അല അന്നഹു അതാണ് എന്ന കാരണത്താൽ, മഫ്ഊലുൻ ഫീഹി മഫ്ഊൽ ഫീഹി ആണ് എന്ന കാരണത്താൽ അതൊക്കെ മൻസൂബാണ്. വൽ ആമിലു ഫിഹ അതിലുള്ള ആമില് അൽ ഫിഅലുല്ലദീ ഖബ്ലഹ അതിന് മുമ്പുള്ളതായ ഫിഅലാണ്. എന്താണ് ഈ ആമില്, എന്താണ് ഈ പറഞ്ഞത്? എല്ലാ മഫ്ഊലിൻ്റെയും ആമില് അൽ ഫിഅലുല്ലദീ ഖബ്ലഹ അതിന് മുമ്പുള്ളതായ ഫിഅലാണ് എന്ന് പറഞ്ഞാൽ മഫ്ഊലിനൊക്കെ എന്താണ് മൻസൂബാണെന്ന് പറഞ്ഞല്ലോ. എന്താ മൻസൂബ് ആവാൻ കാരണം? ആ കാരണക്കാരൻ ആരാണോ അതാണ് ഈ ആമിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് മൻസൂബ് ആവാൻ കാരണം അതിന് മുമ്പുള്ള ഫിഅലാണ്. കാരണം ഒരു വാക്ക് നമ്മൾ എടുത്താൽ അത് ആദ്യം മഫ്ഊലല്ലല്ലോ, അതിന് മുമ്പ് ഒരു ഫിഅൽ വന്നതുകൊണ്ടല്ലേ അത് മഫ്ഊലായത്, ആ ഫിഅലിൻ്റെ മഫ്ഊലല്ലേ. അപ്പോൾ ആ ഫിഅലാണ് അത് മഫ്ഊലാവാൻ കാരണം. അങ്ങനെ മഫ്ഊലായപ്പോഴാണ് അതിന് നസ്ബ് ഉണ്ടായത് അഥവാ മൻസൂബായത്. അപ്പോൾ ആ ഫിഅലാണ് അതിൻ്റെ ആമിൽ. അപ്പോൾ മനസ്സിലാക്കുക, എല്ലാ മഫ്ഊലിൻ്റെയും ആമിൽ അൽ ഫിഅലുല്ലദീ ഖബ്ലഹ അതിന് മുമ്പുള്ളതായ ഫിഅലാണ്. അതുപോലെ ഫായിൽ അതിന് റഫ് ഉണ്ടാകാൻ കാരണം, നായിബ് ഫായിലിന് റഫ് ഉണ്ടാകാൻ കാരണമൊക്കെ എന്താണ്, അതിന് മുമ്പ് ഫിഅൽ വന്നപ്പോഴാണ് അത് ഫായിലും നായിബ് ഫായിലൊക്കെ ആയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആമിൽ എന്താണ് അൽ ഫിഅലുല്ലദീ ഖബ്ലഹ എന്ന് തന്നെയാണ്. അല്ലർഫു വഖത്തുൻ ഔ മക്കാനുൻ ദുമ്മിന ഫി ബിത്തിറാദിൻ കാഹു നംകുസ് അസ്മുന. ഈ ബൈത്ത് കാണാതെ പഠിക്കുക. റിവിഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം പറയുന്നില്ല, പരീക്ഷയ്ക്ക് അർത്ഥം ചോദിക്കലില്ല, പൂരിപ്പിക്കാനേ ഉണ്ടാവുള്ളൂ. തദ്രീബാത്ത് നുലാഹിലു നമുക്ക് പരിശോധിക്കാം. ഇവിടെ ലൊർഫു സമാന് തന്നിട്ടുണ്ട്, കുറച്ച് ലൊർഫു മക്കാന് തന്നിട്ടുണ്ട്. ഇത് ഈ പാഠത്തിൽ ഏറ്റവും നിർബന്ധമായിട്ട് കാണാതെ പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. ഇത്രയും ലൊർഫു സമാനും മക്കാനും അറിയണം, അതിൻ്റെ അർത്ഥം അറിയണം. അതുപോലെ എന്താണ് മഫ്ഊൽ ഫിഹി എന്നുള്ള ഇവിടെ പറഞ്ഞത്, ഇസ്മു യദുല്ലു അലാ സമാനി വഖൂഇൽ ഫിഅലി ഔ മക്കാനിഹി. അതുപോലെ ലൊർഫ് അല്ലെങ്കിൽ മഫ്ഊൽ ഫിഹി അത് രണ്ട് ഇനമാണ്, ലൊർഫ് സമാന് മക്കാന്. ഈ ഭാഗമാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിർബന്ധമായിട്ട് കാണാതെ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നുകമ്മിലു നമുക്ക് പൂർത്തിയാക്കാം. ബിൽ മഫ്ഊലിൽ ഫിഹിൽ മുനാസിബി യോജിച്ച മഫ്ഊൽ ഫിഹി കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം. ഇവിടെ നിന്ന് മഫ്ഊൽ ഫിഹി എടുത്തിട്ട് പൂർത്തിയാക്കാനാണ്. അപ്പോൾ ഇതിലുള്ള ഓരോ മഫ്ഊൽ ഫിഹിൻ്റെ അർത്ഥം എന്താ നമുക്ക് നോക്കാം. സ്വബാഹൻ രാവിലെ, എല്ലാവർക്കും അറിയാം. ലുഹ്റൻ ഉച്ച സമയത്ത് അല്ലെങ്കിൽ ലുഹ്ർ സമയത്ത്, മസാഅൻ വൈകുന്നേരം, ലൈലൻ രാത്രിയിൽ, യൗമൻ പകലിൽ, ഷഹ്റൻ മാസത്തിൽ അഥവാ ഒരു മാസം, തഹ്ത താഴെ, ഫൗക മുകളിൽ, ഐന്ദ അടുത്ത്, വറാഅ പിറകിൽ, ഷർഖൻ കിഴക്ക് ഭാഗത്ത്, ഗർബൻ പടിഞ്ഞാറ് ഭാഗത്ത്. റഅയ്തു ഞാൻ കണ്ടു, അല്ലഖ്ലഖ കൊക്കിനെ ഞാൻ കണ്ടു, കൊക്ക് കൊറ്റി എന്നൊക്കെ പറയും. ഡാഷ് അഷജറത്തി ഷജറത്ത് മരം. അപ്പോൾ മരത്തിൻ്റെ എവിടെയാണ്, മുകളിലാണെങ്കിൽ ഫൗക ഷജറത്തി മരത്തിൻ്റെ മുകളിൽ, താഴെയാണെങ്കിൽ തഹ്ത ഷജറത്തി മരത്തിന് താഴെ. ഇങ്ങനെ ഏതാണോ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇന്ദ ഷജറത്തി എന്നാണെങ്കിൽ മരത്തിൻ്റെ അടുത്ത്, അങ്ങനെ യോജിക്കുന്ന ഏതും നമുക്ക് കൊടുക്കാം. തനവറൽ ഖമറു പൂർണ്ണചന്ദ്രൻ പ്രകാശിച്ചു. എപ്പോൾ? ലൈലൻ രാത്രിയിൽ അല്ലേ, അതല്ലേ യോജിക്കുക, അതോടെ കൊടുക്കുക. ഇനി ത്വലാ ഷംസു സൂര്യൻ ഉദിച്ചു. എപ്പോഴാണ്? സ്വബാഹൻ രാവിലെ എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എവിടെ എന്ന് കൊടുക്കുക അല്ലേ, സൂര്യൻ എവിടെ ഉദിക്കൽ? ഷർക്കൻ കിഴക്ക് ഭാഗത്ത്. ത്വലാ ഷംസു ഷർക്കൻ സൂര്യൻ കിഴക്കിൽ ഉദിച്ചു. സിർത്തു ഇലൽ മസ്ജിദി ഞാൻ പള്ളിയിലേക്ക് പോയി, ഡാഷ് എപ്പോഴാണ്? ലുഹ്റൻ ലുഹ്റിൻ്റെ സമയത്ത് പള്ളിയിലേക്ക് പോയി. സുംതു ഞാൻ നോമ്പ് നോറ്റു, കാമിലൻ പൂർണ്ണമായ എന്താണ്, എപ്പോഴാണ് നോമ്പ് വിൽക്കുക? ഷഹ്റൻ മാസം അല്ലേ, ഒരു മാസം മുഴുവൻ. കാമിലൻ പൂർണ്ണമായ ഒരു മാസം ഞാൻ നോമ്പ് നോറ്റു. നുലാഹിദു നമുക്ക് പരിശോധിക്കാം അൽ ജുമല ഈ ജുംലകളെ പരിശോധിക്കാം. വനുമയ്യിസുൽ മഫ്ഊല ഫിഹി മഫ്ഊൽ ഫിഹിയെയും വൽ മഫ്ഊല ബിഹി മഫ്ഊൽ ബിഹിയെയും നമുക്ക് വേർതിരിക്കാം. ഇതിലുള്ള മഫ്ഊൽ ഫിഹിയും മഫ്ഊൽ ബിഹിയും കണ്ടെത്തുക.
യർജിഉൽ ഔലാദു ആൺകുട്ടികൾ മടങ്ങും മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് മടങ്ങും മസാഅൻ വൈകുന്നേരം. ഇവിടെ ഫിയൽ ഏതാ? യർജിഉ മടങ്ങും അല്ലേ. ആരെ എന്തിനെ എന്നുള്ളതൊന്നും ഇവിടെ പറയുന്നില്ല. എപ്പോഴാന്നുള്ളത് പറയുന്നുണ്ട് അല്ലേ. എപ്പോൾ എവിടെ അതിൽ എപ്പോൾ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അത് മഫൂല് ഫീഹിയാണ്. മസാഅൻ മഫൂല് ഫീഹി. മസാഅൻ എന്ന് എഴുതുക, എന്നിട്ടൊരു വരട്ടിട്ട് മഫൂല് ഫീഹി എന്ന് എഴുതി കൊടുക്കുക. അതുപോലെ സാഫർത്തു ഞാൻ യാത്ര പോയി ഫി ത്വാഇറത്തി വിമാനത്തിൽ സാഅത്തൻ ഒരു മണിക്കൂർ. വിമാനത്തിൽ ഒരു മണിക്കൂർ ഞാൻ യാത്ര ചെയ്തു. ഇവിടെ എപ്പോൾ എന്നുള്ളത് പറയുന്നുണ്ട് അല്ലേ. ഒരു മണിക്കൂറാണ് യാത്ര ചെയ്തത്. അപ്പോൾ സാഅത്തൻ യാത്ര ചെയ്ത സമയമാണ്. സാഫർത്തു യാത്ര ചെയ്തു, അതാണല്ലോ ഫിഅൽ. അപ്പോൾ ഇവിടെ സാഅത്തൻ മഫൂല് ഫിഹി. ഷരിബത്ത് തിഫ്ലു കുട്ടി കുടിച്ചു അൽ ഹലീബ പാല് കുടിച്ചു. ഇവിടെ എന്തിനാണ് കുടിച്ചത്? പാലിനെയാണ് കുടിച്ചത് അല്ലേ. അപ്പോൾ ആരെ എന്തിനെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അൽ ഹലീബ എന്താണ്? മഫൂല് ബിഹി ആണ്. അൽ ഹലീബ് മഫൂല് ബിഹി. ഇഖ്തഫൽ മുജിരിമു കുറ്റവാളി ഒളിച്ചു. കുറ്റം ചെയ്ത ആൾ ഒളിച്ചു. ഖൽഫൽ ജിദാരി ചുമരിന് പിന്നിൽ ഒളിച്ചു. അപ്പോൾ ഇവിടെ ഒളിച്ചു എവിടെ എന്നുള്ളത് പറയുന്നുണ്ട് അല്ലേ. ഖൽഫ പിന്നിലാണ്. അപ്പോൾ ഖൽഫ മഫ്ഊല് ഫീഹി. നവ്വറൽ ഖാദിമു വേലക്കാരൻ പ്രകാശിപ്പിച്ചു. അൽ മിസ്ബാഹ വിളക്ക് പ്രകാശിപ്പിച്ചു. അവിടെ എന്തിനെയാണ് പ്രകാശിപ്പിച്ചത് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആരെ എന്തിനെ എന്നുള്ളതാവുമ്പോൾ മഫ്ഊല് ബിഹിയാണ്. അപ്പോൾ അൽ മിസ്ബാഹ മഫ്ഊല് ബിഹി. റഅയ്തു ഞാൻ കണ്ടു അന്നജ്മ നക്ഷത്രത്തെ കണ്ടു. ഫിസ്സമായി ആകാശത്തിൽ ഷർഖൻ കിഴക്ക് ഭാഗത്ത് കണ്ടു. ഇവിടെ റഅയ്തു എന്നതാണ് ഫിഅൽ. ഞാൻ കണ്ടു എന്തിനെന്നുള്ളത് പറയുന്നുണ്ട് അല്ലേ. അന്നജ്മ. അപ്പോൾ ഇവിടെ അന്നജ്മ മഫൂലി ബിഹിയാണ്. അതോടുകൂടി എവിടെ കണ്ടെന്ന് പറയുന്നുണ്ട്. എവിടെയാണ്? ഷർഖൻ കിഴക്ക് ഭാഗത്ത്. ഫിസ്സമായി ആകാശത്തിൽ അത് മഫൂലി ബിഹി ആവില്ല, കാരണം അവിടെ ഫീ വന്നില്ലേ ഫിസ്സമായില്ലേ. അപ്പോൾ പിന്നെന്തല്ല, അത് മഫൂലി ഫിഹി അല്ല. ഷർഖൻ കിഴക്ക് ഭാഗത്ത് അവിടെ മൻസൂബല്ലേ, ഫതഹ് കൊടുത്ത് മൻസൂബായിട്ടുണ്ട്. അപ്പോൾ ഷർഖൻ എന്നത് മഫൂല് ഫീഹി. ഇവിടെ രണ്ട് മഫൂലുണ്ട്, ബിഹി ഉണ്ട് ഫീഹി ഉണ്ട്. നുഅരിബു നമുക്ക് അറബിയിലാക്കാം. ഞാൻ ഒരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു. ഇവിടെ ഫിഅൽ ഏതാണ്? യാത്ര ചെയ്തു എന്നുള്ളതാണ്. യാത്ര ചെയ്തു എന്നതിന് സാഫറ. ഞാൻ എന്നാകുമ്പോൾ സാഫർത്തു എന്ന് വരും അല്ലേ. സാഫർത്തു ഞാൻ യാത്ര ചെയ്തു. എവിടെ? തീവണ്ടിയിൽ. ഫിൽ ഖിത്താരി സാഫർത്തു ഫിൽ ഖിത്താരി ഞാൻ തീവണ്ടിയിൽ യാത്ര ചെയ്തു. എപ്പോൾ? ഒരു ദിവസം. യൗമൻ സാഫർത്തു ഫിൽ ഖിത്താരി യൗമൻ ഞാൻ ഒരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു. ആണോ? ഇവിടെ യൗമൻ നമ്മൾ നേരത്തെ പഠിച്ചേ വന്നു അല്ലേ. അപ്പോൾ നമുക്ക് പരീക്ഷയിൽ മലയാളം തന്നിട്ട് അറബിയാക്കാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂരിപ്പിക്കാൻ വേണ്ടി ഇതുപോലൊക്കെ പറയുമ്പോഴൊക്കെ ഈ മഫൂല് ഫീഹികൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും മഫൂല് ഫീഹികൾ നമ്മൾ കാണാതെ പഠിക്കേണ്ട, അർത്ഥം പഠിക്കുക ഇൻഷാ അല്ലാഹ്. മുസ്ലിംകൾ ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കുന്നു. നോമ്പ് അനുഷ്ഠിക്കുന്നു എന്നുള്ളത് എന്താ? ഇവിടെ നോമ്പ് അനുഷ്ഠിച്ചു എന്നതിന് നമ്മൾ പഠിച്ചില്ലേ. സുംതു ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു. നോമ്പ് അനുഷ്ഠിച്ചു എന്നുള്ളത് സ്വാമ, ഞാൻ എന്നാവുമ്പോൾ സുംതു. എന്നാൽ അതിൻ്റെ മുലാരിയാണ് ഇവിടെ. കാരണം എന്താ? അനുഷ്ഠിക്കുന്നു എന്നല്ലേ, ചെയ്യുന്നു എന്നാവുമ്പോൾ അത് മുലാരിയാ ഫീലാണ്. അപ്പോൾ യസൂമു നോമ്പ് അനുഷ്ഠിക്കുന്നു. ആര്? മുസ്ലിംകൾ. യസൂമുൽ മുസ്ലിമൂന മുസ്ലിംകൾ നോമ്പ് അനുഷ്ഠിക്കുന്നു. ഒരു മാസം എന്നുള്ളതിന് ഷഹ്റൻ. യസൂമുൽ മുസ്ലിമൂന മുസ്ലിംകൾ നോമ്പ് അനുഷ്ഠിക്കുന്നു ഷഹ്റൻ ഒരു മാസം. വിദ്യാർത്ഥികൾ സ്കൂളിന് മുന്നിൽ നെല്ല് കൃഷി ചെയ്തു. കൃഷി ചെയ്തു എന്നുള്ളതിന് സറഅ കൃഷി ചെയ്തു. ഇനി ആരാണ്? വിദ്യാർത്ഥികൾ. അപ്പോൾ സറഅത് ത്വാലിബൂന വിദ്യാർത്ഥികൾ കൃഷി ചെയ്തു. എന്തിനാ? നെല്ലിനല്ലേ. അത് മഫൂല് ബിഹിയാണ്. അപ്പോൾ അവസാനം ഫതഹ് കൊടുത്ത് മൻസൂബാക്കി പറയണം. അൽ അറുസ നെല്ലിനെ. എവിടെ? സ്കൂളിന് മുന്നിൽ. മുന്നിൽ എന്നുള്ളതിന് അമാമ അല്ലേ. അമാമൽ മദ്രസത്തി സ്കൂളിന് മുന്നിൽ. സറഅത് ത്വാലിബൂന അൽ അറുസ അമാമൽ മദ്രസത്തി സ്കൂളിന് മുന്നിൽ വിദ്യാർത്ഥികൾ നെല്ല് കൃഷി ചെയ്തു. ഇവിടെ അൽ മുലാഹല കാണാതെ പഠിക്കേണ്ട അർത്ഥം തഗദ്ദ പ്രാതൽ കഴിച്ചു, ലഖ്ലഖ് കൊക്ക് അല്ലെങ്കിൽ കൊറ്റി. എന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അദ്ദർസു സാലിസു മൂന്നാം പാഠം. സജദ്ന ശുക്രലില്ലാഹി സജദ്ന ഞങ്ങൾ സുജൂദ് ചെയ്തു. ശുക്രലില്ലാഹി അള്ളാഹുവിനോടുള്ള നന്ദിയായിട്ട്. അള്ളാഹുവിനോടുള്ള നന്ദിയാണ് ആ ശുക്ർ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കാരണത്തെ വ്യക്തമാക്കുന്നതാണ് മഫ്ഊല് ലഹു. അതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ജാ അൽ ഉസ്താദു ഉസ്താദ് വന്നു. ഫഖുംന അപ്പോൾ ഞങ്ങൾ നിന്നു. ഇജ്ലാൽ ലഹു അദ്ദേഹത്തിനോടുള്ള ബഹുമാനത്താൽ. അപ്പോൾ നിൽക്കാനുള്ള കാരണം എന്താണ്? ബഹുമാനാണ്. അപ്പോൾ ബഹുമാനം എന്നതിൻ്റെ അറബി ഇജ്ലാൽ അല്ലേ. അപ്പോൾ അതാണല്ലോ നിൽക്കാനുള്ള കാരണം. അപ്പോൾ അത് മഫ്ഊല് ലഹു ആണ്. അതുകൊണ്ട് അതിന് അവസാനം ഫതഹ് കൊടുത്ത് മൻസൂബാക്കി പറയാം. സുമ്മ പിന്നെ ഖറജ്ന ഞങ്ങൾ പുറപ്പെട്ടു ഇലാ ബൈത്തി സ്വാഹിബിന ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. ലി അയ്യാദത്തിഹി അവനെ രോഗസന്ദർശനം നടത്താൻ വേണ്ടിയിട്ട്. അവൻ രോഗിയാണ്, കാണാൻ വേണ്ടി പോയി. ദുആ ചെയ്തു അൽ ഉസ്താദു ഉസ്താദ് ദുആ ചെയ്തു. റഗ്ബത്തൻ ഫി ഷിഫാഇ ഷിഫാ ആഗ്രഹിച്ചുകൊണ്ട് ദുആ ചെയ്തു. അപ്പോൾ ദുആ ചെയ്യാനുള്ള കാരണം എന്താ?
അവൻ്റെ രോഗശമനം ഷിഫാ ആഗ്രഹിച്ചതാണ് അല്ലേ. അപ്പോൾ ആഗ്രഹം എന്ന റഗ്ബത്ത് മഫൂലി ലഹുവാണ്. സുമ്മ പിന്നെ ഖറജ്ന ഞങ്ങൾ പുറപ്പെട്ടു. ഫനസലൽ മതറു അപ്പോൾ മഴ പെയ്തു. ഫനഷർന അപ്പോൾ ഞങ്ങൾ നിവർത്തി അശംസിയത കുടയെ നിവർത്തി ഖൗഫം മിനൽ ബലലി നനയുമെന്ന പേടിയാൽ. അപ്പോൾ നിവർത്താനുള്ള കാരണം പേടിയാണ് അല്ലേ, നനയുമെന്ന പേടിയാണ്. അപ്പോൾ പേടി എന്ന ഖൗഫൻ മഫൂലി ലഹുവാണ്. സുമ്മ പിന്നെ ദഹൽന ഞങ്ങൾ പ്രവേശിച്ചു അൽ മസ്ജിദ പള്ളിയിൽ. വസ്വല്ലൈന ഞങ്ങൾ നിസ്കരിച്ചു റക്അത്തൈനി 2 റക്അത്ത് നിസ്കരിച്ചു. തഹിയ്യത്തല്ലിൽ മസ്ജിദി പള്ളിയോടുള്ള അഭിവാദ്യം കാരണം, പള്ളിയോടുള്ള അഭിവാദ്യമായിട്ട് 2 റക്അത്ത് ഞങ്ങൾ നിസ്കരിച്ചു. അപ്പോൾ നിസ്കരിക്കാനുള്ള കാരണം എന്താ, ആ അഭിവാദ്യമാണ്. അപ്പോൾ അത് തഹിയ്യത്തൻ എന്ന് അവിടെ അവസാനം ഫത്ഹ് കൊടുത്ത് മൻസൂബാക്കി. കാരണം അത് മഫൂലി ലഹുവാണ്. തഹിയ്യത്ത് അഭിവാദ്യം എന്ന് പറഞ്ഞ ഒരു വസ്തുവിനോടോ ആളുകളോടൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന കൈകാട്ടി കാണിക്കുക അങ്ങനെയൊക്കെ ഒന്ന്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയാം. അപ്പോൾ പള്ളിയോടുള്ള തഹിയ്യത്ത് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കലാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. വഖറഅന ഞങ്ങൾ ഓതി സൂറത്ത സ്വാദ് ഓതി. ഫലമ്മ ഖറഅന ഞങ്ങൾ ഓതിയപ്പോൾ വഖറ റാക്കിഅൻ വ അനാബ എന്ന സ്ഥലം ആയത്ത് ഓതിയപ്പോൾ സജദന ഞങ്ങൾ സുജൂദ് ചെയ്തു. സജിദത്തൻ ഒരു സുജൂദ് ചെയ്തു, ഒറ്റ സുജൂദ്. ശുക്രൻ ലില്ലാഹി അള്ളാഹുവിനോടുള്ള നന്ദി കാരണത്താൽ നന്ദിയായിട്ട് സുജൂദ് ചെയ്തു. നറാഫി ഹാദ ദർസി ഈ പാഠത്തിൽ നാം കാണുന്നു കലിമാത്തിൻ മുലവനത്തൻ നിറം നൽകപ്പെട്ട വാക്കുകൾ. ഇജിലാലൻ റഗ്ബത്തൻ ഖൗഫൻ തഹിയ്യത്തൻ ശുക്രൻ കുല്ലുഹ ഇവകളെല്ലാം മസാദിറു മസ്ദറുകളാണ്. എങ്ങനത്തെ മസ്ദറാണ്? തുബയ്യനു അത് വ്യക്തമാക്കുന്നു സബബ വുഖൂഇൽ ഫിഅലിൽ ലദീ ഖബലഹ അതിന് മുമ്പുള്ളതായ പ്രവൃത്തി സംഭവിക്കാനുള്ള കാരണത്തെ വ്യക്തമാക്കുന്നു. നമ്മൾ നോക്കിയല്ലോ ഒക്കെ ഇതിന് മുമ്പുള്ള പ്രവൃത്തി ഉണ്ടാവാനുള്ള കാരണമാണ് ഈ പറഞ്ഞ റെഡ് കളറിലുള്ള വാക്കുകൾ. അതുകൊണ്ട് അതെന്താണ്, വയുഖാലു ലഹ അതിന് പറയപ്പെടും മഫ്ഊലു ലഹു, മഫ്ഊലു ലഹു എന്ന് പറയപ്പെടും. അപ്പോൾ ഇതൊക്കെ മസ്ദറുകളാണ്, മാത്രമല്ല ഇതിന് മുമ്പ് വന്ന ഫിഅൽ അല്ലേ, ആ പ്രവൃത്തി ഉണ്ടാവാനുള്ള കാരണം കൂടിയാണ് ഇതൊക്കെ. അപ്പോൾ അത് മഫ്ഊലു ലഹു ആണ്. എന്താണ് മസ്ദറുകൾ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഫൽ മഫ്ഊലു ലഹു അപ്പോൾ മഫ്ഊലു ലഹു എന്ന് പറഞ്ഞാൽ മസ്ദറുൻ അത് മസ്ദറാണ്. എങ്ങനത്തെ മസ്ദർ? യുബയ്യിനു അത് വ്യക്തമാക്കുന്നു സബബ വുഖൂഇൽ ഫിഅലിൽ ലദീ ഖബലഹു അതിന് മുമ്പുള്ളതായ പ്രവൃത്തി സംഭവിക്കാനുള്ള ഉണ്ടാവാനുള്ള കാരണത്തെ വ്യക്തമാക്കുന്നു. അങ്ങനെയുള്ള മസ്ദറാണ്, അതാണ് മഫ്ഊലു ലഹു. ഇത് കാണാതെ പഠിക്കുക. ഫൽ മഫ്ഊലു ലഹു മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലിൽ ലദീ ഖബലഹു വഹുവ മഫ്ഊലു ലഹു മൻസൂബുൻ മൻസൂബാണ്. നമ്മൾ പറഞ്ഞു എല്ലാ മഫ്ഊലും മൻസൂബ് തന്നെ. ഇനി എന്താണ് മസ്ദർ എന്ന് പറഞ്ഞാൽ? മസ്ദർ ഒരു ഇസ്മ തന്നെയാണ്, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാ മഫ്ഊലും ഇസ്മുകളാണ് അല്ലേ. എന്നാൽ ആ ഇസ്മിൽ പെട്ട ഒരു ഇനമാണ് മസ്ദർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാ ഇസ്മും എന്ത് ചെയ്യൂല, മഫ്ഊലു ലഹു ആയിട്ട് വരില്ല, മസ്ദറായ ഇസ്മ മാത്രമേ വരുള്ളൂ. എന്താ ഈ മസ്ദറായ ഇസ്മ? ഒരു പ്രവൃത്തിൻ്റെ പേരാണ് മസ്ദർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അടി, ഇപ്പോൾ ഉസ്താദ് മേശയെ അടിച്ചു. അപ്പോൾ ഉസ്താദ് ചെയ്ത പ്രവൃത്തി എന്താ? അടിക്കുക എന്നുള്ളതല്ലേ. അടി അതൊരു ഇസ്മല്ലേ, അടി ആ പ്രവൃത്തിൻ്റെ പേരാണല്ലോ അടി എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഇരിക്കുകയാണ്, അപ്പോൾ അയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്താ? ഇരുത്തമാണ് അല്ലേ, ഇരുത്തം അല്ലെങ്കിൽ ഇരിക്കൽ. അപ്പോൾ അതൊക്കെ എന്താണ്? ആ പ്രവൃത്തിൻ്റെ പേരാണ്, അത് ഇസ്മാണ്. അങ്ങനെ പ്രവൃത്തിൻ്റെ പേരാകുമ്പോൾ ആ ഇസ്മിൻ്റെ പേര് മസ്ദർ എന്നാണ്. അപ്പോൾ നമ്മൾ അടി എന്നത് അടിച്ചു എന്നായ ആ അടി എന്നുള്ള പ്രവൃത്തി കഴിഞ്ഞു അല്ലേ, ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത് മാദിയ ഫിഅലായി. എന്നാൽ അടിക്കുന്നു എന്നാവുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടി എന്ന പ്രവൃത്തി. അടിക്കും എന്നായാലോ അടി എന്ന പ്രവൃത്തി പിന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒക്കെ എന്തായി? അടിക്കുന്നു അടിക്കും, അങ്ങനെ ആവുമ്പോൾ മുദാരിഅ ഫീലായി. അടിച്ചു എന്നായ മാദിയ ഫീൽ അല്ലേ. അപ്പോൾ അടി എന്നത് അത് ഇസ്മാണ്, അത് ഫിഅലല്ല, അത് ആ പ്രവൃത്തിൻ്റെ പേരാണ്. അപ്പോൾ അത് അങ്ങനത്തെ പേരിനാണ് മസ്ദർ എന്ന് പറയാം. ഇവിടെ നോക്കിയാൽ മതി, ജിലാലൻ ബഹുമാനം, അതൊരു മസ്ദറാണ് അല്ലേ. ബഹുമാനിച്ചു ബഹുമാനിക്കും എന്നൊക്കെ ആയാൽ അത് ഫിഅലായി. ബഹുമാനം എന്നാവുമ്പോൾ മസ്ദറായ ഇസ്മായി. റഗ്ബത്ത് ആഗ്രഹം, ഖൗഫ് പേടി, തഹിയ്യത്ത് അഭിവാദ്യം, ശുക്ർ നന്ദി, ഇതൊക്കെ എന്താണ്? നന്ദി ചെയ്തു എന്നായാൽ മാദിയ ഫിഅലായി, നന്ദി ചെയ്യും എന്നായ മുദാരിഅ ഫിഅലായി. അങ്ങനെ ശുക്ർ നന്ദി എന്ന് പറയുമ്പോൾ അതൊക്കെ മസ്ദറാണ്. യുൻസാബു മഫ്ഊലുൽ ലഹുൽ മസ്ദറു ഇൻ അബാന തഅലീലൻ കജുദ് ശുക്രൻ വദിൻ. ഈ ബൈത്ത് കാണാതെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. തദ്രീബാത്ത് ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് മഫ്ഊലു ലഹുവിനുള്ള. നുലാഹിദു നമുക്ക് പരിശോധിക്കാം. അല്ല അംസിലത്ത ഉദാഹരണങ്ങളിൽ മഫ്ഊലു ലഹു, മഫ്ഊലു ലഹുവിനുള്ള ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ദറബൽ വാലിദു പിതാവ് അടിച്ചു വലദഹു അദ്ദേഹത്തിൻ്റെ കുട്ടിയെ തഅദീബൻ അദബ് പഠിപ്പിക്കാൻ വേണ്ടി, മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി അടിച്ചു. ഇവിടെ ദറബ അടിച്ചു, ആരെ എന്നുള്ള എന്താ? വലദിലെ. അപ്പോൾ വലദ എന്ന മഫ്ഊലു ബിഹിയാണ്. എന്തടിക്കാനുള്ള കാരണം? തഅദീബാണ്, അദബ് പഠിപ്പിക്കാനാണ്. അപ്പോൾ അത് തഅദീബ് മഫ്ഊലു ലഹു ആണ്. ഹറബ സായിറു സന്ദർശകൻ ഓടി, മിനൽ ഗാബത്തി കാട്ടിൽ നിന്ന് ഓടി, ഖൗഫം മിനൽ വുഹൂഷി കാട്ടുമൃഗത്തിനോടുള്ള പേടി കാരണം. വുഹൂഷി കാട്ടുമൃഗം, അപ്പോൾ പേടിയാണ് ഓടാനുള്ള കാരണം. അപ്പോൾ ഖൗഫൻ എന്നത് മഫ്ഊലു ലഹു ആണ്, അതുകൊണ്ട് മൻസൂബാക്കി. യുസായിദുൽ ഗനിയു ധനികൻ സഹായിക്കുന്നു, അൽ മഹ്റൂമ ഉപജീവനം തടയപ്പെട്ടവൻ അഥവാ ജീവിക്കാനുള്ള മാർഗം ഇല്ലാത്തവൻ, ഹുബ്ബൻ ലില്ലാഹി അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണം, അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ ഹുബ്ബ് എന്നത് യുസായിദു എന്നതിൻ്റെ മഫ്ഊലു ലഹു ആണ്. മഹ്റൂം എന്നതോ ആരെ സഹായിക്കണത്? മഹ്റൂമിനെ അല്ലേ. അപ്പോൾ അത് മഫ്ഊലു ബിഹിയാണ്. അപ്പോൾ ഒരു ഫിഅലിന്
മഫൂല് ബിഹി വന്നു, മഫൂല് ലഹു വന്നു, അങ്ങനെയൊക്കെ വരാം. യജാലൂന അവർ ആക്കുന്നു, അസ്വാബിയാഹും അവരുടെ വിരലുകളെ അവരാക്കുന്നു. അപ്പോൾ അസ്വാബിയ എന്നത് മഫൂല് ബിഹിയാണ്. ഫി ആദാനിഹിം അവരുടെ ചെവികളിൽ അവരുടെ വിരലുകളെ അവർ ആക്കുന്നു. ഹെദറൽ മൗത്തി മരണഭയത്താൽ, അഥവാ മരണത്തോടുള്ള പേടി കൊണ്ട്. അപ്പോൾ പേടി, ഭയം, ഹെദർ എന്ന പേടി, ഖൗഫ് എന്നർത്ഥം തന്നെയാണ്. അതാണ് ഇവിടെ ചെവികളിലാക്കാനുള്ള കാരണം. അപ്പോൾ ഹെദറ എന്നുള്ളത് യജാലൂന എന്നതിൻ്റെ മഫൂല് ലഹുവാണ്. ഇടി മുഴക്കം കേൾക്കുമ്പോൾ ചെവിയിൽ പേടി കൊണ്ട് വിരലാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാണത്, ഖുർആനിലുള്ളതാണ്. നുക്കമ്മിലു നമുക്ക് പൂർത്തിയാക്കാം. ബിൽ മഫ്ഊലി ലഹു, മഫ്ഊലി ലഹു കൊണ്ട് പൂർത്തിയാക്കാം. അൽ മുനാസിബി യോജിച്ച മഫ്ഊലി ലഹു കൊണ്ട്. നമുക്ക് നോക്കാം. അഹ്ദൈതു ഞാൻ നൽകി, സമ്മാനമായിട്ട് നൽകി. ഇലാ ഉസ്താദി എൻ്റെ ഉസ്താദിന് ഞാൻ നൽകി. ജായിസത്തൻ ഒരു സമ്മാനം നൽകി. അപ്പോൾ ഈ ജായിസത്തൻ എന്നുള്ളത് അഹ്ദൈതു എന്നതിൻ്റെ മഫ്ഊലി ബിഹി അല്ലേ, എന്തിനാ നൽകി? ജായിസത്തൻ. ഇനി ഇവിടെ യോജിച്ച മഫൂല് ലഹു വരണം. എന്താണ്? ഡാഷ് ലഹു. ലഹു പറഞ്ഞാൽ അദ്ദേഹത്തോടുള്ള, ഉസ്താദിനോടുള്ള. എന്താണ്? ഇക്രാമു ബഹുമാനം, ഖൗഫ് പേടി, ഇക്രാമുൻ അതും ബഹുമാനമാണ്. പക്ഷേ മഫൂല് ബിഹി ആകുമ്പോൾ മൻസൂബാവണം അല്ലേ, അതുകൊണ്ട് ഇക്രാമുൻ എന്ന് പറ്റൂല. അപ്പോൾ ഇവിടെ കൊടുക്കാൻ പറ്റുന്നത് ഇക്രാമൻ ലഹു, ഉസ്താദിനോടുള്ള ബഹുമാനം കാരണം ഉസ്താദിന് സമ്മാനം നൽകി. സുർതു ഞാൻ സന്ദർശിച്ചു. അൽ ഖബറ ഷരീഫ പരിശുദ്ധമായ ഖബർ ഞാൻ സന്ദർശിച്ചു. ഡാഷ് ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള എന്താണ്? റഗ്ബത്തൻ ആഗ്രഹം, ഹുബ്ബൻ സ്നേഹം. ഹുബ് സ്നേഹമാണ്, പക്ഷെ അവിടെ ജറുള്ളത് അല്ലേ, അവസാനം കസ്ർ കൊടുത്ത് മജറൂറാണ്, അതുകൊണ്ട് അത് പറ്റില്ല. അപ്പോൾ ഹുബ്ബൻ സ്നേഹം കൊണ്ട്, നബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ സന്ദർശിക്കാൻ പോകുന്നത്. അപ്പോൾ ഹുബ്ബൻ ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം കാരണം നബി തങ്ങളുടെ ഖബർ ഷരീഫ് ഞാൻ സന്ദർശിച്ചു. സ്വല്ലൈന ഞങ്ങൾ നിസ്കരിച്ചു. റക്അത്തൈനി 2 റക്അത്ത്. ഡാഷ് ലില്ലാഹി അള്ളാഹുക്ക് എന്താണ്? തഹിയ്യത്തിൻ അവിടെ ജറാണ്, ആ വാക്ക് പറ്റില്ല. ശുക്രൻ ഖൗഫൻ രണ്ടും മൻസൂബാണ് അല്ലേ, അതൊക്കെ. അപ്പോൾ ഖൗഫൻ അള്ളാഹുവിനോടുള്ള പേടി കൊണ്ട് നിസ്കരിച്ചതാണെങ്കിൽ ഖൗഫൻ ലില്ലാഹി അള്ളാഹുവിനോടുള്ള പേടി കാരണത്താൽ 2 റക്അത്ത് നിസ്കരിച്ചു. ശുക്രൻ ലില്ലാഹി അള്ളാഹുവിനോടുള്ള നന്ദി അല്ലേ, നന്ദിയല്ലേ ഏറ്റവും കാരണമാവുന്നത്. അപ്പോൾ ശുക്രൻ ലില്ലാഹി നന്ദി കൊണ്ടാണല്ലോ നമ്മൾ നിസ്കരിക്കേണ്ടത്. അള്ളാഹ്ക്ക് എപ്പോഴും നന്ദിയുള്ളവരാണ് വേണ്ടത്. ശുക്രൻ ലില്ലാഹി അള്ളാഹുവിനോടുള്ള നന്ദി കാരണത്താൽ 2 റക്അത്ത് ഞങ്ങൾ നിസ്കരിച്ചു. യുരീക്കും നിങ്ങളെ കാണിക്കുന്നു. അൽ ബർക്ക ഇടിമിന്നൽ കാണിക്കുന്നു. ഡാഷ് ഖൗഫൻ വ തമാൻ, ഖൗഫുൻ വ തമാൻ, ഖൗഫിൻ വ തമാൻ. വാ വന്നാൽ അതിന് മുമ്പുള്ളതിൻ്റെ അതേ ഇറാബ് ശേഷം വരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ജറാണ്, ഇവിടെ ജറ് അതൊക്കെയാണ്. ഇവിടെ മർഫു അല്ലേ, ഖൗഫുൻ വ തമാൻ മൻസൂബായി, അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് ഇത് എന്തായാലും തെറ്റാണ്. പിന്നെ ഇവിടെ ജറുള്ളത് നമുക്ക് പറ്റില്ല, കാരണം മഫൂല് ലഹുവിന് മൻസൂബ് വേണം അല്ലേ. അപ്പോൾ ഇവിടെ മൻസൂബാണ്, വാവിന് ശേഷം ഇതേ മൻസൂബ് തന്നെയാണ് തൊമാൻ, അവിടെ മൻസൂബാണല്ലോ. അപ്പോൾ ഖൗഫൻ വ തൊമാൻ എന്നതാണ് നമുക്ക് യോജിക്കുന്നത്. അപ്പോൾ യുരീക്കുമുൽ ബർക്ക നിങ്ങളെ ഇടിമിന്ന് കാണിക്കുന്നു. ഖൗഫൻ വ തമാൻ പേടിയായിട്ടും പ്രതീക്ഷയായിട്ടും. ഇടിമിന്ന് പേടിയാണ്, എന്നാൽ നമുക്ക് കൃഷിയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവണമെങ്കിൽ ഇടിമിന്ന് ആവശ്യമാണ്. അപ്പോൾ അത് കൃഷിയൊക്കെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ നമുക്കാണ്. യജാലൂന അവർ ആക്കുന്നു. അസാബിയഹും അവരുടെ വിരലുകളെ, ഫി ആദാനിഹിം അവരുടെ ചെവികളിൽ, അൽ മൗത്തി മരണത്തിനോടുള്ള എന്താണ്? ഹെദറ, ഹെദരി, ഹെദറുൻ. ഇവിടെ മഫൂലഹു ആയതുകൊണ്ട് മൻസൂബായ ഹെദറ യോജിക്കൂലേ. ഹെദറൽ മൗത്തി മരണത്തോടുള്ള പേടി കാരണം ആക്കുന്നു. നുഅരിബു നമുക്ക് അറബിയിലാക്കാം. സുഹൃത്തിന് നന്ദിയായി ഞാൻ ഒരു വാച്ച് സമ്മാനിച്ചു. സമ്മാനിച്ചു എന്നുള്ളതിന് എന്താണ് അറബിയിൽ? നമ്മൾ നേരത്തെ പഠിച്ചു. അഹ്ദൈതു ഞാൻ സമ്മാനിച്ചു. ആർക്ക്? സുഹൃത്തിന്. അപ്പോൾ അഹ്ദൈതു സ്വദീഖ സുഹൃത്തിന് ഞാൻ സമ്മാനിച്ചു. അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിന് എന്നാണെങ്കിൽ അഹ്ദൈതു സ്വദീഖി എന്നായി. എൻ്റെ സുഹൃത്തിന് സമ്മാനിച്ചു. എന്തിനാ സമ്മാനിച്ചത്? ഒരു വാച്ച് അല്ലേ. അപ്പോൾ സായത്തൻ അഹ്ദൈതു സ്വദീഖ സായത്തൻ ഞാൻ സുഹൃത്തിന് ഒരു വാച്ച് സമ്മാനിച്ചു. അവിടെ സ്വദീഖ എന്നുള്ളതും വാച്ച് സായത്തൻ എന്നതും രണ്ടും മഫൂല് ബിഹിയാണ്. എന്ത് സമ്മാനിക്കാൻ കാരണം? നന്ദിയായിട്ടല്ലേ. അപ്പോൾ ശുക്രൻ ലഹു അവനോടുള്ള നന്ദിയായിട്ട് ഞാൻ സുഹൃത്തിനൊരു വാച്ച് സമ്മാനിച്ചു. അഹ്ദൈതു സ്വദീഖ സായത്തൻ ശുക്രൻ ലഹു. പൂച്ചയെ പേടിച്ചത് കൊണ്ട് എലി മാളത്തിൽ ഒളിച്ചു. ഒളിച്ചു എന്നതിന് ഇഖ്തഫ നമ്മൾ പഠിച്ചതാണ്. ഇഖ്തഫൽ ഫഉറു എലി ഒളിച്ചു. എവിടെ? മാളത്തിൽ. ഫിൽ ഹുജിരി മാളത്തിൽ ഒളിച്ചു. എന്താ കാരണം? പൂച്ചയെ പേടിച്ചത് കൊണ്ട്. പേടിക്കെന്ത് പറയാ? ഖൗഫ് അല്ലേ. അപ്പോൾ ഖൗഫൻ മിനൽ ഹിർറത്തി പൂച്ചക്ക് ഹിർറത്ത്. ഖൗഫൻ മിനൽ ഹിർറത്തി പൂച്ചയോടുള്ള പേടി കാരണം എലി മാളത്തിൽ ഒളിച്ചു. ഇഖ്തഫൽ ഫഉറു ഫിൽ ഹുജിരി ഖൗഫൻ മിനൽ ഹിർറത്തി. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സത്യവിശ്വാസി നിസ്കരിക്കുന്നു. നിസ്കരിക്കുന്നു എന്നതിനെന്താ അറബിയിൽ? യുസ്വല്ലി നിസ്കരിക്കുന്നു അല്ലേ. ആരാ നിസ്കരിക്കുന്നത്? സത്യവിശ്വാസി. യുസ്വല്ലിൽ മുഅ്മിനു സത്യവിശ്വാസി നിസ്കരിക്കുന്നു. എന്തേ കാരണം? പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് അല്ലേ. പ്രതിഫലം ആഗ്രഹിക്കുന്നതിന് ഇഹ്തിസാബ് എന്ന് പറയും. ഇവിടെ പ്രതിഫലം ആഗ്രഹിക്കുക എന്നുള്ളത് നിസ്കരിക്കാനുള്ള കാരണമാണ്. അപ്പോൾ മഫ്ഊലി ലഹു ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? അത് മൻസൂബാക്കി പറയണം. അപ്പോൾ ഇഹ്തിസാബൻ എന്നായി.
യുസ്വല്ലിൽ മുഅ്മിനു സത്യവിശ്വാസി നിസ്കരിക്കുന്നു ഇഹ്തിസാബൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മിനല്ലാഹി തആല അല്ലാഹു തആലയിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. നുതർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം. അറബി തന്നിട്ട് അർത്ഥം എഴുതാനുള്ളതാണ്, അറബി മലയാളത്തിൽ എഴുതാനുള്ളതാണ്. നോക്കാം. മാ ലഅബ തിഫ്ലു ഫി സാഹിലിൽ ബഹരി ഖൗഫൻ മിനൽ മൗജി. ലഅബ എന്ന് പറഞ്ഞാൽ കളിച്ചു അല്ലേ. മാ ലഅബ കളിച്ചിട്ടില്ല, അത്തിഫ്ലു കുട്ടി കളിച്ചില്ല, ഫി സാഹിലിൽ ബഹരി കടൽ തീരത്ത് കളിച്ചില്ല, ഖൗഫൻ മിനൽ മൗജി തിരമാലയോടുള്ള പേടി കാരണം. അപ്പോൾ തിരമാലയെ പേടിച്ചതിനാൽ കുട്ടി കടൽ തീരത്ത് കളിച്ചില്ല. അവിടെ ഉണ്ട് ഖൗഫൻ മഫൂല് ലഹുവാണ്. ഖാമൽ ഹാലിറൂന ഹാജറുള്ളവർ നിന്നു, ഇക്റാമല്ലിൽ വസീരി മന്ത്രിയോടുള്ള ബഹുമാനം കാരണം. അപ്പോൾ നിൽക്കാനുള്ള കാരണമാണ് ഇക്റാമൻ. അപ്പോൾ മഫൂല് ലഹുവാണ്, അതുകൊണ്ട് മൻസൂബാക്കി. ഔലമൽ അറൂസു പുതിയാപ്പള എന്ന് പറഞ്ഞാൽ വരൻ വലീമത്ത് നൽകി എന്ന് പറഞ്ഞാൽ വിവാഹ സദ്യ. പുതിയാപ്പള വിവാഹ സദ്യ നൽകി. ഹുബ്ബല്ലി സുന്നത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനോടുള്ള സ്നേഹം കാരണം. വിവാഹ സദ്യ കൊടുക്കൽ സുന്നത്താണ്. അപ്പോൾ ആ സുന്നത്തിനോടുള്ള സ്നേഹം കാരണം വിവാഹ സദ്യ നൽകി. അപ്പോൾ ഹുബ്ബൻ എന്നത് വിവാഹ സദ്യ നൽകാനുള്ള കാരണമാണ്, മഫൂലി ലഹുവാണ്. ഇൻഷാ അല്ലാഹ് എന്നാൽ അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അദ്ദർസു റാബിഉ 4-ാം പാഠം. സ്വല്ലൈതു റക്അത്തൈനി. സ്വല്ലൈതു ഞാൻ നിസ്കരിച്ചു, റക്അത്തൈനി 2 റക്അത്ത് നിസ്കരിച്ചു. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് മഫ്ഊല് മുത്ലഖാണ്. എന്താണ് മഫ്ഊല് മുത്ലഖ് എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മസ്ദർ, അങ്ങനെയുള്ള മസ്ദറുകൾ തന്നെയാണ് മഫ്ഊല് മുത്ലഖായിട്ട് വരിക. പക്ഷേ ആ മസ്ദറിൽ നിന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. ഇപ്പോൾ അടി, ഇരുത്തം, ഇതൊക്കെ മസ്ദറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ അടി എന്നതിൽ നിന്നുള്ള ഫീൽ ഏതാ? അടിച്ചു, അടിക്കുന്നു, അടിക്കും, ഇതൊക്കെ അല്ലേ. ഇനി അമ്ര ഫീലാണെങ്കിൽ അടിക്ക്, നെഹി ആണെങ്കിൽ അടിക്കരുത്. ഇങ്ങനെ ആ അടി എന്ന മസ്ദറിൽ നിന്നുണ്ടായ ഫീലില്ലേ, ആ ഫീലിന് ശേഷം തന്നെ എന്ത് ചെയ്യുക? ഈ മസ്ദർ വരിക. അങ്ങനെ വന്നാൽ അത് മഫൂല് മുത്ലഖാണ്. വളരെ ഈസിയാണ്. സഅലനി എന്നോട് ചോദിച്ചു, ഉസ്താദി എൻ്റെ ഉസ്താദ് ചോദിച്ചു. മാതാ ഫഅൽത നീ എന്താണ് ചെയ്തത്? ബഅദൽ ഇസ്തിഖാലി ഉണർന്നതിന് ശേഷം. ഖുൽതു ഞാൻ പറഞ്ഞു. സ്വല്ലൈതു ഞാൻ നിസ്കരിച്ചു. സ്വലാത്ത തഹജ്ജുദി തഹജ്ജുദ് നിസ്കാരം ഞാൻ നിസ്കരിച്ചു. സുമ്മ പിന്നെ സിർതു ഞാൻ നടന്നു. സൈറൻ ഒരു നടത്തം. ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ഒരു നടത്തം അങ്ങോട്ട് നടന്നു. നമ്മൾ പറയില്ലേ ഒരു നടത്തം അങ്ങോട്ട് നടന്നു, അങ്ങനെ പറയുന്നതാണ് സൈറൻ. സൈറൻ നടത്തം. ഇതിനർത്ഥം എന്താണ്? സിർത്തു ഞാൻ നടന്നു, സൈറൻ നടത്തം, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. പള്ളിയിലേക്ക് നടത്തം നടന്നു എന്ന് മലയാളത്തിൽ നമ്മൾ പറയോ? ഇല്ലല്ലോ. നമ്മളിങ്ങനെ പറയലേ പള്ളിയിലേക്ക് ഒരു നടത്തം അങ്ങോട്ട് നടന്നു അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ. അല്ലാതെ ഒരു എന്ന എണ്ണം അല്ല, ഒരു ഭയങ്കരം എന്ന അർത്ഥത്തിലാണ്. വതവല്ലൗതു ഞാൻ വുളൂ ചെയ്തു. വുളൂഅൻ കാമിലൻ പൂർണ്ണമായ വുളൂ ഞാൻ വുളൂ ചെയ്തു. ഈ 2 സ്ഥലത്ത് നമുക്ക് നോക്കാം. സിർത്തു ഞാൻ നടന്നു, സൈറൻ നടത്തം. കണ്ടോ, നടത്തം എന്നതിൽ നിന്നുള്ള ഫിങ്ങലല്ലേ സിർത്തു നടന്നു എന്നുള്ളത്. അപ്പോൾ ഈ സൈർ എന്താണ്? ഇതിൽ നിന്നുള്ള തന്നെ ഫിങ്ങലിന് ശേഷം വന്ന മസ്ദറല്ലേ. അപ്പോൾ അത് മഫൂല് മുത്ലഖാണ്. വുളൂ കണ്ടോ, തവല്ലൗതു വുളൂ ചെയ്തു, വുളൂഅൻ വുളൂ കണ്ടോ, ഈ മസ്ദറിൽ നിന്ന് തന്നെയുള്ള ഫിങ്ങലാണ് ഇതിന് മുമ്പുള്ളത്. അപ്പോൾ ഇത് മഫൂല് മുത്ലഖാണ്. വസല്ലൈതു ഞാൻ നിസ്കരിച്ചു. സ്വലാത്ത തഹിയ്യത്തി തഹിയ്യത്ത് നിസ്കാരം നിസ്കരിച്ചു. അപ്പോൾ ബഅദ മാ സ്വല്ലൈതു സുബ്ഹ ഞാൻ സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം. വരിഖ്തു ഞാൻ മുഴുകി. ഫിൽ അദ്കാരി ദിക്റുകളിൽ മുഴുകി. അല്ലത്തി എങ്ങനത്തെ ദിക്റാണ്? ബഅദ സ്വലാത്തി നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളിൽ ഞാൻ മുഴുകി. ഫ അപ്പോൾ അള്ളത്തിനി എന്നെ കടിച്ചു. ബൗലത്തുൻ ഒരു കൊതുക് കടിച്ചു. വറബത്തുഹ ഞാൻ അതിനെ അടിച്ചു. ലൊർബത്തൻ ഒരു അടി അടിച്ചു. ഒരു അടി അടിച്ചു പറഞ്ഞാൽ ഭയങ്കര അടിയല്ല, ഒരെണ്ണാണ്. ഒരു അടി അടിച്ചിട്ടുള്ളൂ, 2 എണ്ണം അടിച്ചിട്ടില്ല. കാരണം ലൊർബത്ത് എന്ന് പറഞ്ഞാൽ ഒരു അടി എന്നാണ് നേരെ അർത്ഥം, അല്ലാതെ അടി എന്നല്ല. സൈർ എന്ന നടത്തം എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ ഒരു നടത്തം എന്നില്ല. അവിടെ ഒരു നടത്തം നമ്മൾ പറയുന്നത് എന്താണ്? ഒരു ഭയങ്കരം എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ലൊർബത്തിന് ശരിക്കുള്ള അർത്ഥം തന്നെ ഒരു അടി എന്നാണ്. അപ്പോൾ ഒരു എണ്ണാണ് അവിടെ. ഫമാത്തത് അപ്പോൾ ആ കൊതുക് മരിച്ചു. അലം തറ നീ കാണുന്നില്ലേ? കലിമാത്തിൻ കലിമത്തുകളെ, മുലവനത്തെ നിറം നൽകപ്പെട്ട കലിമത്തുകളെ, വാക്കുകളെ നീ കാണുന്നില്ലേ? കുല്ലുഹ അതൊക്കെ മഫൂൽ മുത്ലഖുൻ മഫൂൽ മുത്ലഖാണ്. നമ്മൾ നോക്കിയില്ലേ. വൽ മഫൂൽ മുത്ലഖു മഫൂൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മസ്ദറുൻ അതൊരു മസ്ദറാണ്, പ്രവർത്തിൻ്റെ പേര് മസ്ദർ അല്ലേ. സൈർ നടത്തം പ്രവർത്തിൻ്റെ പേരല്ലേ. ഉലു ഉലു അയ്യ എന്നുള്ളത് അല്ലേ, അതൊരു പ്രവർത്തിൻ്റെ പേരാണ്. ചെയ്തു എന്നായാൽ മാലിയായി, ചെയ്യും എന്നായാൽ മുലാരിയായി. ലൊർബത്തൻ അടി അതൊക്കെ എന്താണ്? പ്രവർത്തിൻ്റെ പേരാണ്. ഒക്കെ മസ്ദറാണ്. പിന്നെയോ ദുക്കിറ മസ്ദർ പറയപ്പെട്ടു. ബഅദ ഫീലിഹി ആ മസ്ദറിൽ നിന്ന് തന്നെയുള്ള ഫീലിന് ശേഷം പറയപ്പെട്ടു. അടി എന്നത് ലൊറബത്തു അടിച്ചു എന്ന ഫീലിന് ശേഷമുള്ളത്. ഉലു എന്നുള്ളത് ഉലു ചെയ്തു എന്ന ഫീലിന് ശേഷമുള്ളത്. നടത്തം എന്നുള്ളത് നടന്നു എന്ന ഫീലിന് ശേഷമുള്ളത്. അങ്ങനെ പറയപ്പെട്ടു. അതെന്തിനു വേണ്ടി അങ്ങനെ പറഞ്ഞത്? അപ്പോൾ എന്താണ് മഫൂൽ മുത്ലഖ് മനസ്സിലായോ? വൽ മഫൂൽ മുത്ലഖു മസ്ദറുൻ ദുക്കിറ ബഅദ ഫീലിഹി അതിൻ്റെ തന്നെ ഫീലിന് ശേഷം പറയപ്പെട്ട മസ്ദറാണ് മഫൂൽ മുത്ലഖ്. എന്തിനു വേണ്ടി പറയപ്പെട്ടു? ലി ബയാനി നൗഇൽ ഫിഅലി പ്രവർത്തിൻ്റെ ഇനം വ്യക്തമാക്കാൻ വേണ്ടി. എങ്ങനത്തെ പ്രവൃത്തിയാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി.
ഔലി തൗക്കീദിൽ ഫിഅലി അല്ലെങ്കിൽ പ്രവർത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി, ഔലി ബയാനി അദദിഹി അല്ലെങ്കിൽ എണ്ണത്തെ വ്യക്തമാക്കാൻ വേണ്ടി. ഇവിടെ നോക്ക്, പ്രവർത്തിൻ്റെ ഇനം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇവിടെ വുളൂഅൻ കാമിലൻ, പൂർണ്ണമായ വുളൂ, വെറും വുളൂ അല്ല പൂർണ്ണമായ വുളൂ ആണെന്ന്. എങ്ങനത്തെ വുളൂ എന്നുള്ളത് വ്യക്തമാക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്നുകൂടി പറഞ്ഞത് ആ വുളൂ എന്നുള്ളത്. പിന്നെ ദാലി തൗക്കീദിൽ ഫിഅലി പ്രവൃത്തിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതവിടെ സിർത്തു ഞാൻ നടന്നു, സൈറൻ നടത്തം, അവിടെ എന്തെങ്കിലും ഉണ്ടോ, എങ്ങനത്തെ നടത്തം, അങ്ങനൊന്നുമില്ല, ഒരു എന്താണ് നടത്തം അങ്ങോട്ട് നടന്നു എന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവിടെ സൈറൻ എന്ന് മാത്രമേ ഉള്ളൂ. ഉലുവാൻ കാമിലൻ എന്നതുപോലെ കാമിലൻ വന്നിട്ടില്ല, അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല, സൈറൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തൗക്കീദാണ്, ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് ഏതിനാണ്, ലി ബയാനി അദദി, എണ്ണം വ്യക്തമാക്കാനുള്ളതാണ്. അത് ഇവിടെ കണ്ടോ, ലൊറബത്തൻ, ഒരു അടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര എണ്ണം എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 3 കാരണത്തിന് വേണ്ടിയിട്ടാണ് മഫൂല് മുത്തലഖ് ഉണ്ടാവുക. മിസാലുൽ അവലി, ഒന്നാമത്തേന് ഉദാഹരണം. അപ്പോൾ ഇവിടെ ഒന്നുകൂടി വേറൊരു ഉദാഹരണം തരുന്നുണ്ട് ഈ 3 രീതിയിലുള്ളതിനും. ഒന്നാമത്തെ എന്താ, ഫിഅലിൻ്റെ ഇനം വ്യക്തമാക്കാൻ, എങ്ങനത്തെ പ്രവൃത്തിയാണ് വ്യക്തമാക്കാൻ. അതിനുള്ള ഉദാഹരണമാണ് ലാ തഖൂദ് ഖൂദൽ കൽബി, നായയുടെ ഇരുത്തം നീ ഇരിക്കരുത്. ലാ തഖൂദ്, നീ ഇരിക്കരുത്. അപ്പോൾ ഇരിക്കരുത് എന്ന ഫിഅലിൻ്റെ തന്നെ മസ്ദറല്ലേ ഖൂദ്, ഇരുത്തം. അത് മഫൂൽ മുത്തലഖ് അല്ലേ. ഖൂദൽ കൽബി എന്ന് വന്നു, നായയുടെ ഇരുത്തം. അപ്പോൾ അത് മഫൂൽ മുത്തലഖിൽ ഏതാണ്, ലി ബയാനി നൗഇൽ ഫിഅലിയാണ്, പ്രവൃത്തിയുടെ ഇനം വ്യക്തമാക്കാനുള്ളതാണ്. ഓക്കെ. അപ്പോൾ മിസാലു സാനി, രണ്ടാമത്തേന് ഉദാഹരണം. അതേതേനി, ലി തൗക്കീദിൽ ഫിഅലിലെ പ്രവൃത്തിയെ ശക്തിപ്പെടുത്താനുള്ളത്. നോക്കുക, ലൊറബത്തുഹു, ഞാൻ അതിനെ അടിച്ചു, ലൊറബൻ, ഒരടി അടിച്ചു. ഇവിടെ ഒരടി, ലൊറബത്ത് എന്നുണ്ടാകുമ്പോൾ ഒരടിയാണ്, ഇവിടെ ലൊറബ് എന്നേ ഉള്ളൂ, അപ്പോൾ അടി എന്നേ ഉള്ളൂ. ഞാൻ അതിനെ ലൊറബൻ, അടിക്കൽ, അടിച്ചു എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അടി അങ്ങോട്ട് അടിച്ചു. ഇത് തൗക്കീദാണ്, കാരണം അടിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് തൗക്കീദുൽ ഫിഅലാണ്. അപ്പോൾ മിസാലു സാലിസി, മൂന്നാമത്തതിന് ഉദാഹരണം. അതേതാണ്, ലി ബയാനി അദദിഹി, എണ്ണം വ്യക്തമാക്കാനുള്ളതാണ്. അത് സജത്തു, ഞാൻ സുജൂദ് ചെയ്തു, സജിദത്തൈനി, 2 സുജൂദ് ചെയ്തു. ഇവിടെ 2 എന്ന എണ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ലി ബയാനി അദദിഹിയാണ്, എണ്ണം വ്യക്തമാക്കാനുള്ള മഫൂല് മുത്തലഖാണ്. ഇവിടെ സുജൂദ് എന്നുള്ളത് സജത്തു, സുജൂദ് ചെയ്തു എന്ന ഫിഅല് അല്ലേ, അതിൻ്റെ തന്നെ ഫിഅലിന് ശേഷം വന്ന മസ്ദറാണ്. വൽ മഫൂലുൽ മുത്തലഖു, മഫൂല് മുത്തലഖ് മൻസൂബൻ, മൻസൂബാണ്, എല്ലാ മഫൂലും മൻസൂബാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്താണ് മഫൂല് മുത്തലഖ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ഈ ഒരു ഭാഗം കാണാതെ പഠിക്കണം. വൽ മഫൂലുൽ മുത്തലഖു മസ്ദറുൻ ദുകിറ ബഅദ ഫിഅലിഹി ലി ബയാനി നൗഇൽ ഫിഅലി ഔ ലി തൗക്കീദിൽ ഫിഅലി ഔ ലി ബയാനി അദദിഹി. ഇതാണ് മഫൂൽ മുത്തലഖ് എന്ന് പറയുന്നത്. വൽ മഫൂൽ മുത്തലഖു മസ്ദറുൻ, മസ്ദറാണ്, ദുകിറ ബഅദ ഫിഅലിഹി, അതിൻ്റെ തന്നെ ഫീലിന് ശേഷം പറയപ്പെട്ട മസ്ദറാണ്. എന്തിനു വേണ്ടി, ലി ബയാനി നൗഇൽ ഫിഅലി, പ്രവൃത്തിയുടെ ഇനം വ്യക്തമാക്കാൻ വേണ്ടി, ഔ ലി തൗക്കീദിൽ ഫിഅലി, പ്രവൃത്തിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി, ഔ ലി ബയാനി അദദിഹി, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വ്യക്തമാക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കാണാതെ പഠിക്കുക. ചിലപ്പോൾ മഫൂൽ മുത്തലഖ് എത്ര ഇനം ഏതൊക്കെയാണെന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ 3 ഇനമാണ്. ഒന്നെന്താണ്, ലി ബയാനി നൗഇൽ ഫിഅലിയാണ്, പ്രവൃത്തിൻ്റെ ഇനം വ്യക്തമാക്കാനുള്ളത്. ലി തൗക്കീദിൽ ഫിഅലി, ശക്തിപ്പെടുത്താനുള്ളത്. ഔ ലി ബയാനി അദദിഹി, പ്രവൃത്തിൻ്റെ എണ്ണം വ്യക്തമാക്കാനുള്ളത്. ഇങ്ങനെ 3 ഇനമാണ്. അല്ലെങ്കിൽ ചോദിക്കും മഫൂൽ മുത്തലഖ് എന്തിനു വേണ്ടിയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഉത്തരം, ലി ബയാനി നൗഇൽ ഫിഅലി, ലി തൗക്കീദിൽ ഫിഅലി, ഔ ലി ബയാനി അദദിഹി, ഈ 3ആണ്. അപ്പോൾ മഫൂൽ മുത്തലഖ് എന്തിനു വേണ്ടിയാണ് പറയുന്നത് ചോദിച്ചാലും, മഫൂൽ മുത്തലഖ് എത്ര വിധമാണ്, ഏതൊക്കെയാണ് ചോദിച്ചാലും ഇത് തന്നെയാണ് ഉത്തരം, ലി ബയാനി മുതൽ അദദിഹി വരെ. അത് മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്, അത് പ്രധാനപ്പെട്ട ഭാഗമാണ്. തദ്രിബാത്ത്, നുലാഹിദുൽ അംസിലത ലിൽ മഫ്ഊലിൽ മുത്തലഖി, മഫ്ഊൽ മുത്തലഖിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഖാഫത്തി തിഫ്ലത്തു, കുട്ടി ഭയന്നു, പെൺകുട്ടി, ചെറിയ കുട്ടി. തിഫ്ലത്ത് ഹാത്ത ഉണ്ടല്ലോ, അപ്പോൾ പെൺകുട്ടിയാണ്. പെൺകുട്ടി എന്തായി, പേടിച്ചു. മിനൽ ഹയ്യത്തി, പാമ്പിനാൽ പേടിച്ചു, പാമ്പിനെ പേടിച്ചു. ഹൗഫൻ, ഒരു പേടി അങ്ങോട്ട് പേടിച്ചു. അപ്പോൾ പാമ്പിനെ കൊണ്ട് അഥവാ പാമ്പിനെ കണ്ടിട്ടോ എങ്ങനെയോ എന്തായി, കുട്ടി ഒരു പേടി പേടിച്ചു. ഇവിടെ ഹൗഫൻ, പേടി, അത്രയേ ഉള്ളൂ അല്ലേ, ഖാഫത്ത് എന്ന ഫീലിന് ശേഷം. അപ്പോൾ മഫൂൽ മുത്തലഖ് ഇത് ഏതാണ്, ലി തൗക്കീദിൽ ഫിഅലിയാണ്. നളറു റജുലു, പുരുഷൻ നോക്കി, അതുബഹു, അവൻ്റെ ശത്രുവിനെ നോക്കി. നളുറത്തൽ ഗളബി, ദേഷ്യത്തിൻ്റെ നോട്ടം നോക്കി. ഇവിടെ നളുറത്തൽ ഗളബി, ദേഷ്യത്തിൻ്റെ നോട്ടം എന്ന് വന്നിട്ടുണ്ടല്ലേ, നോട്ടം എന്ന് മാത്രമല്ല. അപ്പോൾ അതേതാണ്, ലി ബയാനി നൗഇൽ ഫിഅലിയാണ്, പ്രവൃത്തിൻ്റെ ഇനം വ്യക്തമാക്കാനുള്ളതാണ്. ഫറ സാരിഖു, കള്ളൻ ഓടി. ഫിറാറൽ മൗത്തി, മരണയോട്ടം ഓടി. അപ്പോൾ മരണയോട്ടം എങ്ങനത്തെ ഓട്ടം അല്ലേ. അപ്പോൾ അത് ലി ബയാനി നൗഇൽ ഫിഅലിയാണ്. ഇവിടെ ഫിറാർ ഓട്ടം, ഫറ ഓടി, കണ്ടോ, ഈ ഫീലിൻ്റെ തന്നെ മസ്ദറ വന്നത്, നളറ നളറത്ത്. ഓക്കെ. ഫാസ ഫരീഖുൻ, ഒരു വിഭാഗം വിജയിച്ചു. ഫിൽ മുബാറാത്തി, മത്സരത്തിൽ. ഫൗസൽ ഫറഹി, സന്തോഷ വിജയം, ആഹ്ലാദ വിജയം വിജയിച്ചു. അപ്പോൾ ഫൗസൽ ഫറഹി എന്നത് ലി ബയാനി നൗഇൽ ഫിഅലിയാണ്. യൗകുലുൽ ഖിർദു, കുരങ്ങൻ തിന്നുന്നു. അൽ മൗസ, പഴം തിന്നുന്നു. മൗസ എന്താണ്, മഫ്ഊല് ബിഹി ആണല്ലേ. അഖിലത്തൻ, ഒരു തീറ്റ. അഖില് എന്ന് പറയുമ്പോൾ തിന്നൽ, അഖിലത്തൻ എന്ന് പറയുമ്പോൾ ഒരു തീറ്റയാണ്, ഒറ്റ തിന്നൽ. അപ്പോൾ ഒറ്റ പ്രാവശ്യം തിന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് ലി ബയാനി അദദിൽ ഫിഅലിയാണ്, ഫിഅലിൻ്റെ എണ്ണം വ്യക്തമാക്കാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നുകമ്മിലു, നമുക്ക് പൂർത്തിയാക്കാം. ബിൽ മഫ്ഊലിൽ മുത്തലഖി, മഫ്ഊൽ മുത്തലഖ് കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം. ഹറബൽ ജയ്ഷു, സൈന്യം ഓടി.
മിനൽ മഅറക്കി യുദ്ധക്കളത്തിൽ നിന്ന് ഓടി. ഇനി എന്താ അവിടെ കൊടുക്കുക? ഹർബൽ മൗത്തി എന്ന് കൊടുക്കുക അല്ലേ. ഹറബ എന്നത് ഹർബ്, റാഇന് സുക്കൂന്, ബാഇന് പിന്നെ നമുക്ക് മഫ്ഊൽ ലഹു ആകുമ്പോൾ മൻസൂബാക്കിയിട്ട് ഫത്ഹ തന്നെ കൊടുക്കണം അല്ലേ. അപ്പോൾ ഹർബ എന്ന് കൊടുത്താൽ അതെന്തായി? മസ്ദറായി. ഹർബൽ മൗത്തി മരണയോട്ടം ഓടി. ഖതല സായിലബു കുറുക്കൻ കൊന്നു. അദ്ദീക കോഴിയെ കൊന്നു. ഖത്ലൻ താഇന് സുക്കൂന് കൊടുക്കുക, എന്നിട്ട് ഖത്ലൻ എന്ന് കൊടുത്താൽ ഒരു കൊല്ലൽ അങ്ങോട്ട് കൊന്നു എന്നായി. അപ്പോൾ ഒന്നാമത്തത് ഹർബൽ മൗത്തി എന്ന് പറഞ്ഞാൽ ലി ബയാനി നൗഇൽ ഫിഅലിയാണ് അല്ലേ, എങ്ങനത്തെ പ്രവൃത്തിയാണ്. ഇവിടെ ഖത്ലൻ എന്ന് പറഞ്ഞാൽ അത് ലി തൗക്കീദിൽ ഫിഅലിയാണ്. യദ്ബഹുർ റജുലു പുരുഷൻ അറുക്കും. അദ്ദജാജത പിടക്കോഴിയെ അറുക്കും. ദബ്ഹൻ ഒരു അറുക്കൽ അങ്ങോട്ട് അറുക്കും. അപ്പോൾ അത് ലി തൗക്കീദിൽ ഫിഅലിയാണ്. അല്ലെങ്കിൽ ദബ്ഹത്തൻ എന്ന് പറഞ്ഞാലോ ഒരു അറുക്കൽ അല്ലേ, ഒറ്റ അറുക്കണുള്ളൂ. അപ്പോൾ അത് ലി ബയാനി അദദിൽ ഫിഅലിയായി. അങ്ങനെ ഏതും കൊടുക്കാം. യഖ്റഉ ത്വാലിബു വിദ്യാർത്ഥി വായിക്കുന്നു. അൽ ജരീദത പത്രം വായിക്കുന്നു. ഖിറാഅത്ത് എന്നാണ് ഖറഅ യഖ്റഉ എന്നതിൻ്റെ മസ്ദർ ഖിറാഅത്ത് വായന. ദബഹ യദ്ഹബു എന്നതിൻ്റെ മസ്ദർ ദബ്ഹ്. മാലിയ ഫീലിൽ കുറേ മസ്ദറുകളൊക്കെ എന്തേക്കാരം മാലിയ ഫീൽ എടുക്കുക എന്ന് നടുവത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുത്താൽ മസ്ദറാവും. ഹറബ ഹർബ്, ഖതല ഖത്ൽ, ദബഹ ദബ്ഹ്, ഖറഅ ഖർഅ് എന്നല്ല ഖിറാഅത്ത് എന്നാണ്. അപ്പോൾ വ്യത്യാസമുള്ളത് നമ്മൾ പഠിക്കുന്ന വേണം. അപ്പോൾ ഖിറാഅത്തൻ എന്ന് പറഞ്ഞാൽ ഒരു വായന, അത്രയേ ഉള്ളൂ. ഒരു വായന അങ്ങോട്ട് വായിച്ചു. ആ ഖിറാഅത്തൻ എന്നുള്ളത് ഒരു എണ്ണം ഇല്ല. കാരണം ഖിറാഅത്ത് എന്നതിൽ ആദ്യമേ താ ഉണ്ട്. താ ഇല്ലാത്തതാണെങ്കിൽ അവിടെ താ കൊടുത്താൽ എന്താവും? ഒരു എന്ന എണ്ണം കിട്ടും. ഖിറാഅത്തൻ എന്ന് പറഞ്ഞാൽ വായന എന്നുള്ളൂ, ഒരു വായന എന്നില്ല. അപ്പോൾ ഇവിടെ ഒരു വായന നമ്മൾ അർത്ഥം പറയാൻ എന്താ? അത് വല്ലാത്തൊരു വായന എന്ന അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ ഖിറാഅത്തൈനി എന്ന് കൊടുക്കാം. ഖിറാഅത്തൈനി എന്ന് പറഞ്ഞാൽ രണ്ട് വായനായി. അപ്പോൾ വിദ്യാർത്ഥി പത്രം 2 പ്രാവശ്യം വായിക്കുന്നു എന്നർത്ഥമായി. അപ്പോൾ എന്തായി? ലി ബയാനി അദദിൽ ഫിഅലിയായി. അപ്പോൾ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ ഇത് പൂരിപ്പിക്കാനായിരിക്കില്ല, ഇവിടെ പൂരിപ്പിച്ചതിൻ്റെ അർത്ഥം എഴുതാനായിരിക്കും, അർത്ഥം തന്നിട്ട് അറബി എഴുതാനായിരിക്കും. ഏത് രീതിയിൽ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം ഇൻഷാ അല്ലാഹ്. നുമയ്യിസു നമുക്ക് വേർതിരിക്കാം. അൽ മഫായില മഫ്ഊലുകളെ വേർതിരിക്കാം. ഇതുവരെ നമ്മൾ 4 മഫ്ഊലുകൾ പഠിച്ചുല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഏതാണോ ഉള്ളത് അത് വേർതിരിക്കുക. വനക്തുബുഹ എന്നിട്ട് അതിനെ നമുക്ക് എഴുതാം. ഫിൽ ഫറാഖി വിട്ട ഭാഗത്ത്, ഡാഷുള്ള ഭാഗത്ത്, കമാ ഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളത് പോലെ. അപ്പോൾ ആ വാക്ക് ഇവിടെ എടുത്ത് എഴുതുക. എന്നിട്ട് അത് ഏത് മഫ്ഊലാണ് എന്ന് ഒരു ഹൈഫൺ വരച്ചു കൊടുക്കുക. ഫതഹൽ ഖാദിമു വേലക്കാരൻ തുറന്നു. അൽ ബവാബത്ത ഗേറ്റ് തുറന്നു. ഇവിടെ ഫതഹ തുറന്നു എന്ന ഫീലിൻ്റെ ഏത് മഫ്ഊൽ അവിടെ ഉള്ളത്? എന്തിനെ തുറന്നെന്നാണ് പറയുന്നത് അല്ലേ. ആരെ എന്തിനെ എന്നതാണെങ്കിൽ അത് മഫ്ഊൽ ബിഹിയാണ്. അപ്പോൾ അൽ ബവാബത്ത മഫ്ഊൽ ബിഹി. സാറത്തി സയ്യാറത്തു കാറ് ഓടി. സൈറൽ അറബത്തി ശക്തമായ ഓട്ടം ഓടി. സാറത്താണ് ഓടി, സൈർ പറഞ്ഞ ഓട്ടം. അപ്പോൾ ഇത് മഫ്ഊൽ മുത്തലഖാന്ന് മനസ്സിലായില്ലേ. ഇനി ശക്തമായ ഓട്ടം സൈറൽ അറബത്തി. അപ്പോൾ മഫ്ഊൽ മുത്തലഖിൽ ഏത് ഇനാണ്? ലി ബയാനി നൗഇൽ ഫിഅലിയാണ് അല്ലേ, പ്രവൃത്തിൻ്റെ ഇനം വ്യക്തമാക്കാനുള്ളതാണ്. ഇവിടെ മഫ്ഊൽ ഏതാണെന്ന് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ മഫ്ഊൽ മുത്തലഖിൽ ഏത് ഇനാന്ന് എഴുതാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ സൈറ എന്ന വാക്ക് മാത്രം എടുത്ത് എഴുതുക. സൈറ അതെന്താണ്? മഫ്ഊൽ മുത്തലഖ്. ഇനി സൈറൽ അറബത്തി എന്ന് എഴുതിയിട്ട് മഫ്ഊൽ മുത്തലഖ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഖാമന്നാസു ജനങ്ങൾ നിന്നു. മിനൽ മജ്ലിസി സദസ്സിൽ നിന്ന് നിന്നു. ഇജ്ലാലുൽ ഖാലി ഖാലിയോടുള്ള ആദരവ് കാരണം സദസ്സിൽ നിന്ന് ജനങ്ങൾ നിന്നു. അപ്പോൾ ഇവിടെ നിന്നു എന്നതിനെക്കുറിച്ച് എന്ത് മഫ്ഊൽ അവിടെ വന്നത്? ബഹുമാനം കാരണമല്ലേ വന്നത്. അപ്പോൾ മഫ്ഊൽ ലഹു ആണല്ലോ. അപ്പോൾ ഇജ്ലാലൻ ഒരു വര ഹൈഫൺ ഇടുക. മഫ്ഊൽ ലഹു. റഅയ്തുൽ ഫുലൂസ റഅയ്തു ഞാൻ കണ്ടു. അൽ ഫുലൂസ പണം കണ്ടു. ഇന്ദൽ ഗനി ധനികന്റെ അടുക്കൽ പണം കണ്ടു. അപ്പോൾ ഇവിടെ എന്തിനെ കണ്ടെന്ന് പറയണ്ടില്ലേ, പണത്തെയാണ് കണ്ടത്. അപ്പോൾ അൽ ഫുലൂസ മഫ്ഊൽ ബിഹി ആണ്. പിന്നെ എവിടെ കണ്ടത്? ധനികൻ്റെ അടുത്ത്. അപ്പോൾ ഇന്ദ എന്നത് നമ്മൾ നേരത്തെ മഫ്ഊൽ ഫീഹിയിൽ നമ്മൾ പഠിച്ച വാക്കിൽ വന്നതാണ് അല്ലേ. മഫ്ഊൽ ഫീഹിൻ്റെ വാക്കുകൾ നമ്മൾ പഠിച്ചതിൽ കിട്ടും. ഇവിടെ ഉണ്ട് ഇന്ദ. അപ്പോൾ അത് മഫ്ഊൽ ഫീഹിയാണ്. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എഴുതി കൊടുക്കേണ്ടത്. മഫ്ഊൽ ബിഹി സാധാരണ മഫ്ഊലല്ലേ. അപ്പോൾ അതല്ലാത്ത മഫ്ഊൽ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഇനി ഒന്നിലധികം എഴുതാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അൽ ഫുലൂസ മഫ്ഊൽ ബിഹി, ഇന്ദ മഫ്ഊൽ ഫീഹി എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഇന്ദ മഫ്ഊൽ ഫീഹി എന്ന് എഴുതാം. യൻസുറുൽ ഗനിയു ധനികൻ സഹായിക്കുന്നു. അൽ ഫഖീറ ദരിദ്രനെ സഹായിക്കുന്നു. അപ്പോൾ ആരെ? ദരിദ്രൻ അല്ലേ. അൽ ഫഖീറ മഫ്ഊൽ ബിഹി ആണ്. ഹുബ്ബൻ ലില്ലാഹി അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട്. അപ്പോൾ സ്നേഹമാണ് സഹായിക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ? ഹുബ്ബൻ മഫ്ഊൽ ലഹു. യജ്ലിസു ഇരിക്കുന്നു. അൽ ഖിത്തു പൂച്ച. തഹ്തൽ ഉസ്കുംലതി മുക്കാലി സ്റ്റൂളിൻ്റെ താഴെ ഇരിക്കുന്നു. മുക്കാലി സ്റ്റൂൾ പറഞ്ഞാൽ 3 കാലുള്ള സ്റ്റൂളാണ്, ഇരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ്. അതിൻ്റെ താഴെ പൂച്ച ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ പൂച്ച എവിടെ ഇരിക്കുന്നത്? താഴെ അല്ലേ. തഹ്ത. തഹ്ത എന്നത് മഫ്ഊൽ ഫീഹി. ആഷൽ ആലിമു പണ്ഡിതൻ ജീവിച്ചു. ഐഷത്തൽ മസാക്കീൻ പാവങ്ങളുടെ ജീവിതം ജീവിച്ചു. അവിടെ ആഷ ജീവിച്ചു, ഐഷത്ത് ജീവിതം മഫ്ഊൽ മുത്തലഖാണ് അല്ലേ. ഐഷത്ത
അപ്പോൾ മഫ്ഊൽ മുത്തലഖാണ്. ഇത് മഫ്ഊൽ മുത്തലഖിൽ ഏതാണ്? പാവങ്ങളുടെ ജീവിതം എന്ന് പറയുമ്പോൾ ലി ബയാനി നൗഇൽ ഫിഅലിയാണ്. അൽ മുലാഹല കാണാതെ പഠിക്കാനുള്ള അർത്ഥങ്ങളാണ്, നിർബന്ധമായിട്ട് കാണാതെ പഠിക്കണം. മുബാറാത്ത് മത്സരം, മാറക്ക് യുദ്ധക്കളം, സാലബ് കൂരൻ അല്ലെങ്കിൽ കുറുക്കൻ, അറബത്ത് ശക്തിയായി ഒഴുകുന്ന പുഴ, ഉസ്കുംലത്ത് മുക്കാലി സ്റ്റൂൾ. ഇൻഷാ അല്ലാഹ് അഞ്ചാമത്തെ പാഠം നോക്കാം. അദ്ദർസുൽ ഖാമിസ് മക്കത്തു വൽ മദീനത്തു, മക്കയും മദീനയും. മക്കത്തു വൽ മദീനത്തു, മക്കയും മദീനയും, മദീനത്താനി രണ്ട് പട്ടണങ്ങളാണ്, മുകറമത്താനി പരിശുദ്ധമായ, മുഖദ്ദസത്താനി പവിത്രവുമായ, പരിശുദ്ധവും പവിത്രവുമായ രണ്ട് പട്ടണങ്ങളാണ് മക്കയും മദീനയും. ഇവിടെ കണ്ടോ മക്കയും മദീനയും. ഈ മക്ക എന്നതിൻ്റെ കൂടെ എന്തായി മദീനയും കൂടി കൂട്ടിയില്ലേ. അതുപോലെ പരിശുദ്ധമായ, അപ്പോൾ മുഖദ്ദസത്താനി പവിത്രവുമായ, അപ്പോൾ പരിശുദ്ധം എന്നതിലേക്ക് പവിത്രമായതെന്നും കൂടി അവിടെ കൂട്ടി. അങ്ങനെ കൂട്ടുന്നതിന് പറയുന്ന പേരാണ് അത്തുഫ്. അപ്പോൾ അതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. വൽ കഅബത്തു, കഅബ ബി മക്കത്ത, മക്കയിലാണ്. യതൂഫു ബിഹ, ആ കഅബയെ ചുറ്റുന്നു, അരിജാലു പുരുഷന്മാരും, വൻ നിസാഉ സ്ത്രീകളും. അപ്പോൾ വാവ് കൊണ്ട് ഇതിനെ എന്തായി നിസാഉ എന്നതിനെ റിജാലു എന്നതിലേക്ക് കൂട്ടി. വൽ വിൽദാനു കുട്ടികളും, ഇവിടെ അങ്ങനെ തന്നെയാണ്, വിൽദാനു എന്നതിനും കൂടി കൂട്ടി. അപ്പോൾ ഇങ്ങനെ കൂട്ടുമ്പോൾ അതിന് അത്തുഫ് എന്ന് പറയും. അപ്പോൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് കൂട്ടണം? ഇവിടെയൊക്കെ വാവല്ലേ, അപ്പോൾ ഈ വാവിന് എന്ത് പറയും? ആത്തിഫ് എന്ന് പറയും. കൂട്ടാൻ ഉപയോഗിക്കുന്ന വസ്തു അത്രേ ഉള്ളൂ, ആത്തിഫ്. ഏതിലേക്കാണ് കൂട്ടുന്നത്? ആദ്യം പറഞ്ഞതിലേക്കല്ലേ കൂട്ടുക, മക്കയിലേക്ക് മദീനനെ കൂട്ടില്ലേ. അപ്പോൾ ഏതിലേക്കാണോ കൂട്ടുന്നത് അതിന് മഅതൂഫ് അലൈഹി എന്ന് പറയും. അതിൻ്റെ മേൽ കൂട്ടുന്നു. മക്കത്തിൻ്റെ മേലെ കൂട്ടണമെങ്കിൽ അത് മഅതൂഫ് അലൈഹി. ഇവിടെ റിജാലാണ് മഅതൂഫ് അലൈഹി. അങ്ങനെ ഇനി ഏതിനെ കൂട്ടണത്? ഇവിടെ വാവിന് ശേഷം വരുന്നതിനാണല്ലോ കൂട്ടുക, അതിന് മുമ്പിലേക്ക് കൂട്ടല്ലേ. അപ്പോൾ ശേഷം വരുന്നതിന് എന്ത് പറയും? മഅതൂഫ് എന്ന് പറയും, കൂട്ടപ്പെടുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിലുള്ളൂ. ഫയുസല്ലൂന, എന്നിട്ട് അവർ നിസ്കരിക്കുന്നു, റക്അത്തൈനി രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നു, ഖൽഫൽ മഖാമി, മഖാം ഇബ്രാഹിമിൻ്റെ പിറകിൽ അവരെല്ലാം, ഈ ആണുങ്ങളും സ്ത്രീകളും കുട്ടികളും നിസ്കരിക്കുന്നു. സുമ്മ, പിന്നെ യൻസരിഫൂന, അവർ പിരിഞ്ഞു പോകുന്നു, അവിടുന്ന് മഖാം ഇബ്രാഹിമിൻ്റെ പിറകിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. വൽ മദീനത്തു, മദീന, ഫിഹ, അവിടെയാണ് അൽ മസ്ജിദുൻ നബവി, മസ്ജിദുൻ നബവി മദീനയിലാണ്. അപ്പോൾ ഫിഹ, അവിടെ തന്നെയാണ് ഖബറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മസ്ജിദുൻ നബവിയിലാണ് നബി തങ്ങളുടെ ഖബറുള്ളത്. തറാഫി ഹാദ ദർസി, ഈ പാഠത്തിൽ നാം കാണുന്നു, ഹുറൂഫൻ മുലവനത്തെ, നിറം നൽകപ്പെട്ട അക്ഷരങ്ങളാണ്. അല്ലേ, ഫിയോലും ഇസ്മൊന്നല്ല, അക്ഷരങ്ങളാണ്. യുക്കാലു ലഹ, അവകൾക്ക് പറയപ്പെടും, ഹുറൂഫുൽ അത്തുഫി, അത്തുഫിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയപ്പെടും. ഇതിൻ്റെയൊക്കെ പേരെന്താണ്? അത്തുഫിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അത്തുഫ് ചെയ്യാനുള്ള, ഇങ്ങനെ കൂട്ടാനുള്ള അക്ഷരങ്ങൾ എന്നാണ്. ഹുറൂഫുൽ അത്തുഫി, അത്തുഫിൻ്റെ അക്ഷരങ്ങൾ അഷ്റത്തുൻ 10 ആകുന്നു. ഈ 10 അക്ഷരങ്ങൾ നിർബന്ധമായിട്ട് കാണാതെ പഠിക്കണം. എല്ലാ പരീക്ഷയ്ക്കും ഇത് ചോദിക്കലുണ്ട്. ഔ ബൽ ഹത്ത ഫാഉൻ വാവുൻ ലാക്കിൻ സുമ്മ അം ഇമ്മ ല, ഈ 10 ആണ്. ഫ എന്ന് പറഞ്ഞാൽ ഫ എന്നുള്ളത് ഇവിടെ വന്നിട്ടോ, പിന്നെ വാവ് എന്ന് പറഞ്ഞാൽ വാ എന്നുള്ളത് ഇവിടെ ഉള്ളത്. ബാക്കിയൊക്കെ അതുപോലെ തന്നെ. ഔ ബൽ ഹത്ത ലാക്കിൻ സുമ്മ അം ഇമ്മ ല, ഇതൊക്കെ അതുപോലെ തന്നെയാണ് ഇത്. വയുസമ്മ ഹാദിഹിൽ ഹുറൂഫു, ഈ ഹർഫുകൾക്ക് പേര് പറയപ്പെടും ആത്തിഫൻ, ആത്തിഫ് എന്നാണ് പേര് പറയപ്പെടുക. എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾക്ക് എന്താണ്? ഹുറൂഫുൽ അത്തുഫ് എന്ന് പറയും, അത്തുഫിൻ്റെ അക്ഷരങ്ങളല്ലേ ഈ 10 എണ്ണം. എന്നാൽ ഈ 10 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഇതുപോലെ മക്കത്തു വൽ മദീനത്തു ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്തായി? അപ്പോൾ അതിൻ്റെ പേര് ആത്തിഫാണ്. അഥവാ അത്തുഫ് ചെയ്യാൻ, ഇങ്ങനെ തമ്മിൽ കൂട്ടാൻ ഉപയോഗിച്ച അക്ഷരം, അതാണ് ആത്തിഫ് എന്ന് പറയാം. വമാ ഖബലഹ, അതിന് മുമ്പുള്ളത് മഅതൂഫൻ അലൈഹി, മഅതൂഫ് അലൈഹിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിലേക്കാണ് കൂട്ടണം അല്ലേ. അപ്പോൾ ആദ്യം പറയണത് അതിന് മുമ്പുള്ളത് മഅതൂഫ് അലൈഹിയാണ്. വമാ ബഅദഹ, ഈ ആത്തിഫിന് ശേഷമുള്ള ഒന്ന് മഅതൂഫൻ മഅതൂഫാണ്. അപ്പോൾ ഇവിടെ മക്കത്തു മഅതൂഫ് അലൈഹി, വാവ് ആത്തിഫ്, അൽ മദീനത്തു മഅതൂഫ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം സെൻറ്റൻസ് എന്നിട്ട് അതിന് മഅതൂഫ് അലൈഹി, മഅതൂഫ്, ആത്തിഫൊക്കെ വേർതിരിക്കാൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. വൽ മഅതൂഫു, മഅതൂഫ് ഏതാണ്? മഅതൂഫ് ശേഷമുള്ളത് അല്ലേ. യത്ബഉ, അത് പിൻപറ്റും. അൽ മഅതൂഫ് അലൈഹി, മഅതൂഫ് അലൈഹിയെ പിൻപറ്റും, ഈ മുമ്പുള്ളതിനോട് പിൻപറ്റും. ഫിൽ ഇറാബി, ഇറാബിൽ. ഇറാബ് എന്ന് പറഞ്ഞാൽ എന്താ? 4 ഇറാബുള്ളത് അല്ലേ. അവസാനത്തെ അക്ഷരത്തിൻ്റെ അവസ്ഥയാണ് ഇറാബ് എന്ന് പറയാം. 4 ഇറാബുള്ളത്, നസ്ബ്, ജറ്, റഫ്, ജസ്മ്. ഈ 4 ഇറാബുള്ളത്. ഇസ്മിൽ ജസ്മ് ഉണ്ടാവില്ല, അപ്പോൾ പിന്നെ നസ്ബ്, ജറ്, റഫ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ മക്കത്തു റഫ് അല്ലേ, അവസാനം നമ്മൾ കൊടുത്ത് റഫ് ആണ് അല്ലേ, മർഫു ആണ്. അപ്പോൾ ഇതും മർഫു ആവണം, അത്രയേ ഉള്ളൂ. ഇവിടെ മുക്കറമത്താനി മർഫു ആണ്, ഇവിടെ അലിഫോണ്ട് റഫ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പഠിക്കും. ഞാൻ പറഞ്ഞല്ലോ ലമ്മോണ്ട് അല്ലാതെ റഫ് ഉണ്ടാവും, അതിൽ പെട്ടതാണ്. അപ്പോൾ ഇവിടെയും അലിഫോണ്ട് റഫ് അങ്ങനെ വന്നിട്ടുണ്ട്. അരിജാലു റഫ് ആണ്, അവസാനം ലമ്മോടുത്ത് റഫ് ആണ്. നിസാ റഫ് ആണ്. വിൽദാനു അവസാനം ലമ്മോടുത്ത് റഫ് ആണ്. ഒക്കെ വരാൻ കാരണം എന്താ? അവിടുത്തെ മഅതൂഫ് അലൈഹി മർഫു ആകുമ്പോൾ മഅതൂഫ് മർഫു ആവണം. കാരണം മഅതൂഫ് എന്ത് ചെയ്യണം? മഅതൂഫ് അലൈഹിയോട് ഈ പറഞ്ഞ ഇറാബിൽ നസ്ബാണോ ജറാണോ റഫ് ആണോ ഏതാണെങ്കിലും അതിൽ പിൻപറ്റണം. അതന്നെ ഇവിടെയും വേണം. മക്കത്തു എന്നത് മർഫു ആവുമ്പോൾ, മഅതൂഫ് അലൈഹി മർഫു ആവുമ്പോൾ മദീനത്തു എന്ന മഅതൂഫ് മർഫു ആവണം. ഈ മദീനത്തു എന്ന മഅതൂഫ് ഇതിനോട് ആ വിഷയത്തിൽ പിൻപറ്റണം, ഒരുപോലെ ആവണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് പൂരിപ്പിക്കാനല്ലേ ചോദ്യം. കൂടുതൽ ചോദ്യമാണ് ഉണ്ടായാൽ അൽ മഅതൂഫ് യത്ബഉൽ മഅതൂഫ് അലൈഹി ഫീമ, എന്തിലാണ് പിൻപറ്റുക അങ്ങനെ ചോദിക്കും. അപ്പോൾ ഫിൽ ഇറാബിയാണ്, ഇറാബിലാണ്, ഇറാബിൻ്റെ വിഷയത്തിലാണ് പിൻപറ്റുക.
ഹുറൂഫു ആതിഫിൻ ഔ വബൽ ഹത്ത വഫ വവും വലാക്കിൻ സുമ്മ അം ഇമ്മ വല. ഇത് കാണാതെ പഠിച്ചാൽ ഈ 10 ഹുറൂഫുൽ അത്തുഫും കാണാതെ പഠിക്കൽ വരും. ഔ 1, വബൽ ബൽ 2, ഹത്ത 3, വഫന ഫ 4, വാവ് 5, ലാക്കിൻ 6, സുമ്മ 7, അം 8, ഇമ്മ 9, ല 10. ഇങ്ങനെ 10 ഇവിടെ പഠിക്കും. എന്നാൽ തദ്രീബാത്ത് നോക്കാൻ അഖറഉൽ അംസില നമുക്ക് ഉദാഹരണങ്ങൾ വായിക്കാം. ഈ പാഠത്തിൽ 10 അത്തുഫിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. എന്നാൽ എല്ലാത്തിൻ്റെ അർത്ഥം ഒരുപോലല്ല. മക്കത്തു വൽ മദീനത്തു, മക്കയും മദീനയും, അങ്ങനെ എല്ലാം എന്ന് പറയുന്ന ആ ഒരു അർത്ഥമല്ല. മക്കയും മദീനയും നല്ല വരുന്നേ ആ ഒരു അർത്ഥമല്ല എല്ലാ അക്ഷരത്തിനും ഉള്ളത്. വ്യത്യസ്തത ഉണ്ട്. അപ്പോൾ ഓരോ അക്ഷരത്തിൻ്റെയും ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ ഓരോ അക്ഷരത്തിൻ്റെ അർത്ഥം എങ്ങനെ വരിക എന്നുള്ളത് ഇവിടെ നിന്നാണ് പഠിക്കുക. ഓരോ അക്ഷരത്തിൻ്റെ അർത്ഥം ഇന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ആ അക്ഷരം ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു സെൻറ്റൻസ് പഠിക്കുക. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം പഠിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ അക്ഷരത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ് പഠിക്കുക. അപ്പോൾ അത് ഇവിടെയാണ് പഠിക്കുന്നത്. ഇഷ്തറൈത്തുൽ കലമ, ഞാൻ പേന വാങ്ങി, വൽ ഖിർത്താസ, പേപ്പറും. അപ്പോൾ ഇവിടെ വാവിൻ്റെ അർത്ഥം നമുക്ക് ആൻഡ് എന്നുള്ള അർത്ഥം അല്ലേ, ഇംഗ്ലീഷിൽ ആൻഡ് ഉള്ള പോലെ. ഞാൻ പേനയും പേപ്പറും വാങ്ങി. ഇവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മഅതൂഫ് അലൈഹി കലമാണ്. കാരണം ആതിഫിൻ്റെ മുമ്പുള്ളത് അല്ലേ, ആതിഫ് വാവാണ്, ഖിർത്താസ മഅതൂഫ്. ഈ മഅതൂഫ് അലൈഹിയോട് പിൻപറ്റണം. അപ്പോൾ അൽ കലമ എന്ന് മൻസൂബായപ്പോൾ വൽ ഖിർത്താസ എന്ന് മൻസൂബായി. അതാണ് ഇവിടുത്തെ നിയമം. അടുത്തത് ഖദിമൽ ഹുജ്ജാജു, ഹാജിമാർ വന്നു, ഹത്തൽ മുഷാത്തു, കാൽനടക്കാർ വരെ. ഹത്ത ആതിഫ്, ഹുജ്ജാജു മഅതൂഫ് അലൈഹി, മുഷാത്ത് മഅതൂഫ്. ഇവിടെ കാൽനടക്കാർ വരെ എന്ന അർത്ഥമാണ് അപ്പോൾ ഹത്തക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ കാൽനടക്കാരും ഇവിടെ എത്തി അല്ലേ. അപ്പം ഫ്ലൈറ്റിൽ പോയാലും കപ്പലിൽ പോയാലൊക്കെ എന്തായാലും എത്തുമല്ലോ, വേറെ നിലക്ക് പോയാലൊക്കെ. അപ്പോൾ കാൽനടക്കാർ വരെ എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാവരും എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം കിട്ടുക. ജാഅത്തിൽ ഉമ്മ വന്നു, ബലിൽ ജദ്ദത്തു, അല്ല വല്യമ്മ. അപ്പോൾ അല്ല എന്നൊരർത്ഥമാണ് ബല്ലിന് വരിക. എന്ന് പറഞ്ഞാൽ തെറ്റി പറഞ്ഞ് എന്നിട്ട് നമ്മൾ അല്ല എന്ന് പറഞ്ഞ് തിരുത്തുക. അങ്ങനെ തിരുത്തുമ്പോഴാണ് ബല്ല് ഉപയോഗിക്കുക. അപ്പോൾ ഉണ്ടോ അൽ ജദ്ദത്തു മഅതൂഫ്, അൽ ഉമ്മു മഅതൂഫ് അലൈഹി, രണ്ടിനും ഒരേ ഇറാബാണ്, മർഫു ആണ് അല്ലേ. ആതിഫ് ബൽ എന്നതാണ്, കൂട്ടി വായിക്കുമ്പോൾ ബലി എന്നാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉമ്മ വന്നിട്ടില്ല, വന്നതാരാ, വല്യമ്മയാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ മാറിയിട്ട് എന്തായി, ആളെ കണ്ടപ്പോൾ ഉമ്മയെന്ന് വിചാരിച്ചത്. അങ്ങനെയൊക്കെ തെറ്റി പറഞ്ഞാൽ പിന്നെ മാറ്റി പറയാനാണ് ബൽ ഉപയോഗിക്കുക. ജാത്തിൽ ഉമ്മ വന്നു, ബൽ അല്ല വല്യമ്മ, അൽ ജദ്ദത്തു. സജദൽ ഇമാമു സുജൂദ് ചെയ്തു, ഫൽ മഅ്മൂമു, ഉടനെ മഅ്മൂമു സുജൂദ് ചെയ്തു. അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് എൻ്റെ ഉടനെ തന്നെ, ഒപ്പല്ല ഉടനെ, കഴിഞ്ഞിട്ടാണെന്നാൽ കുറേ കഴിഞ്ഞിട്ടല്ല, ഉടനെ തന്നെയാണ്. അപ്പോഴാണ് ഫ ഉപയോഗിക്കുക. ലം യജിക്ക് വന്നിട്ടില്ല ഉമർ വന്നിട്ടില്ല, ലാക്കിൻ എങ്കിലും ഖാലിദ് വന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ കണ്ടോ, ഉമ്മ വന്നു, ഇനി വല്യമ്മ വന്നു. അപ്പോൾ രണ്ടാളും വന്നു തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് ശരിയല്ലാത്തതുകൊണ്ട് അവിടെ ബൽ എന്ന് പറഞ്ഞതാണ്. അതുപോലെ ഹാജിമാർ വന്നു, കാൽനടക്കാരും വന്നു തന്നെയാണ് അല്ലേ. ഒക്കെ വാങ്ങി, പേനയെ വാങ്ങിയിട്ടുണ്ട്, ഖിർത്താസിനെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്താ പറയുന്നത്, ഉമർ വന്നിട്ടില്ല, ലാക്കിൻ എങ്കിലും ഖാലിദും വന്നിട്ടില്ല എന്നല്ല, ഖാലിദ് വന്നു എന്നാണ്. അപ്പോൾ ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സംഭവം ഇല്ല എന്ന് പറയും. എന്നിട്ട് ആ ഇല്ലാത്ത കാര്യം എന്താണോ അത് വേറൊരാൾ ഉണ്ടാവും അല്ലേ. ഉമർ വന്നിട്ടില്ല എന്നാലോ വന്നത് വേറൊരാളുണ്ട്, അത് പറയാനാണ് ലാക്കിന് ഉപയോഗിക്കുക. ലം യജിക്ക് ഉമർ വന്നിട്ടില്ല. അപ്പോൾ അത് തെറ്റി പറഞ്ഞോന്നല്ല. ജാതിൽ അവിടെ തെറ്റി പറഞ്ഞില്ലേ ഉമ്മയാണ് എന്നുള്ളത്, ഇവിടെ തെറ്റി പറഞ്ഞല്ല, രണ്ടും ശരി തന്നെയാണ്. ഉമർ വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്, ഖാലിദ് വന്നു എന്നുള്ളത് ശരിയാണ്. രണ്ടും ഓപ്പോസിറ്റാണ്. ഒന്ന് വന്നിട്ടില്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് കാര്യം വേറൊരാളിലുണ്ട്, അത് പറയാനാണ് ലാക്കിൻ ഉപയോഗിക്കുക. ലം യജിക്ക് ഉമർ വന്നിട്ടില്ല, ലാക്കിൻ ഖാലിദുൻ, എങ്കിലും ഖാലിദ് വന്നു. അപ്പോൾ ലാക്കിൻ എങ്കിലും എന്നാണ് നമ്മൾ അർത്ഥം കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷമുള്ളത് എന്ത് ചെയ്യണം, ഖാലിദ് ഈ ഫസ്റ്റ് വന്ന കാര്യം ഇല്ല എന്നുള്ളത് ഉണ്ട് എന്നുള്ളതിലേക്ക് ഖാലിദ് വന്നു എന്ന രീതിയിൽ അർത്ഥം പറയും വേണം. അപ്പോഴാണ് ലാക്കിനിൻ്റെ അർത്ഥം വരിക. തഅല്ലമൽ വലതു, ആൺകുട്ടി പഠിച്ചു, അൽ ഖുർആൻ പഠിച്ചു, സുമ്മൽ ഹദീസ, പിന്നെ ഹദീസ്. സുമ്മ ആവുമ്പോൾ ഫ പറഞ്ഞ പോലെ ഉടനെ എന്നുള്ള അർത്ഥമല്ല, കുറേ കഴിഞ്ഞിട്ടാണ് അല്ലേ. ഖുർആനോട് പഠിച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ ഹദീസും പഠിച്ച് കഴിയുമോ, അത് കുറേ ദിവസങ്ങൾ എടുക്കുന്ന കാര്യങ്ങളല്ലേ, മാസങ്ങളും കൊല്ലങ്ങളും. അപ്പോൾ ഖുർആൻ പഠിച്ചു പിന്നെ ഹദീസ് പഠിച്ചു, പിന്നെ എന്നാണ് സുമ്മൻ്റെ അർത്ഥം. കുന്നി ആവണം, ആലിമൻ പണ്ഡിതനാവണം, ഔ മുത്തഅല്ലിമൻ അല്ലെങ്കിൽ പഠിക്കുന്നവനാവണം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പണ്ഡിതനാവുമല്ലോ. അവൻ ഈ പണ്ഡിതനോ അല്ലെങ്കിൽ മുത്തഅല്ലിമോ ആവണം. അവിടെ അല്ലെങ്കിൽ എന്നർത്ഥമാണ് അവന് വരിക. അപ്പോൾ അവു ആതിഫ്, മുമ്പുള്ളത് മഅതൂഫ് അലൈഹി, ശേഷമുള്ളത് മഅതൂഫ് അല്ലേ. ഹൽ വാലിദുക, നിൻ്റെ പിതാവാണോ, ഇവിടെ ചോദിക്കല്ലേ. അപ്പോൾ ഹൽ വാലിദുക, നിൻ്റെ പിതാവാണോ, താജിറുൻ കച്ചവടക്കാരനാണോ, അം സാരിഉൻ അല്ലെങ്കിൽ കൃഷിക്കാരനാണോ. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്ന അർത്ഥത്തിന് അം എന്നതാണ് ഉപയോഗിക്കുക. അപ്പോൾ അം രണ്ടും ഒരേ അർത്ഥമാണ്, ഒന്ന് ചോദിക്കുകയാണ്, അതാണ് മാറ്റം. നിൻ്റെ പിതാവ് കച്ചവടക്കാരനാണോ അല്ലെങ്കിൽ കൃഷിക്കാരനാണോ. ഇന്ന ഹദൈനാഹു സബീല, ഇന്ന തീർച്ചയായും നാം, അല്ല പറയാണ്, ഹദൈനാഹു നാം അവന് കാണിച്ചു കൊടുത്തു, അസബീല അവന് നാം വഴി കാണിച്ചു കൊടുത്തു, മാർഗം കാണിച്ചു കൊടുത്തു. ഇമ്മ ഷാക്കിറൻ, ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനായി, ഇമ്മ കഫൂറൻ അല്ലെങ്കിൽ അവൻ നന്ദികേട് കാണിച്ചവനായി.
ഇവിടെ ഇമ്മ എന്നുള്ളതാണ് ആതിഫ്, ഷാക്കിറൻ എന്നത് മഅതൂഫ് അലൈഹി, കഫൂറൻ എന്നത് മഅതൂഫ്, ഇങ്ങനെ ഉണ്ടാവുക. ഇമ്മ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിന് മുമ്പ് ഒരു ഇമ്മ ഉണ്ടാവും. ആ മഅതൂഫ് അലൈഹിൻ്റെ മുമ്പും ഒരു ഇമ്മ എക്സ്ട്രാ ഉണ്ടാവും. അതുപോലെ രണ്ടാമതൊരു വ ഇമ്മ അങ്ങനെ വരും. ഈ രീതിയിലൊക്കെയാണ് ഇമ്മ ഉപയോഗിക്കുക. ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറൻ അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് എന്ന അർത്ഥത്തിലാണ് ഇമ്മ വരിക. ഇമ്മ ഷാക്കിറൻ ഒന്നുകിൽ ഷാക്കിറായി, വ ഇമ്മ കഫൂറൻ അല്ലെങ്കിൽ കഫൂറായി. അക്കല ഫരീദുൻ ഫരീദ് തിന്നു, ലാ ഹമീദുൻ ഹമീദല്ല. ഇത് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞു, ഇതിൻ്റെ ഓപ്പോസിറ്റ് കാര്യം വേറെ ആൾ ചെയ്തു അല്ലേ. എന്നാൽ ഇവിടെ ഒരു കാര്യം ഉണ്ട് എന്നാണ് പറയണത്, ഇല്ല എന്നല്ല. എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കാര്യം വേറെ ആൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇല്ല എന്നുള്ളൊരു കാര്യം വേറെ ആൾക്ക് ഉണ്ടാവും. അപ്പോഴാണ് ലാ ഉപയോഗിക്കുക. അക്കല ഫരീദുൻ ഫരീദ് തിന്നു, ലാ ഹമീദുൻ ഹമീദ് തിന്നിട്ടില്ല. അപ്പോൾ ഫരീദ് തിന്നു എന്നുള്ളത് ശരിയാണ്, ഹമീദ് തിന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ആ കാര്യം ഇവിടെ ഇല്ല എന്ന് ശേഷമുള്ള ആൾക്ക് സംഭവിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ 10 ഹുറൂഫുൽ അത്ഫിൻ്റെയും ഉദാഹരണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏത് ഉദാഹരണം പൂരിപ്പിക്കാൻ വരാം അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഹുറൂഫുൽ അത്ഫ് ചേർത്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ 10 ഉദാഹരണം പഠിക്കേണ്ട അർത്ഥവും പഠിക്കേണ്ട അർത്ഥം അങ്ങനെ പഠിച്ചാലേ ആ ഉദാഹരണം ആ അത്ഫിൻ്റെ അക്ഷരം വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ഉണ്ടാവുക നമുക്ക് മനസ്സിലാവുള്ളൂ. നുജീബു നമുക്ക് ഉത്തരം പറയാം. കം ഹുറൂഫുൽ അത്ഫി, അത്ഫിന് എത്ര അക്ഷരമുള്ളത് നമുക്കറിയാം, അഷറത്തുൻ 10 ഒമാഹി അത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഔ ബൽ ഹത്ത ഫാ വാവുൻ ലാക്കിൻ സുമ്മ അം ഇമ്മ ല. ഫി അയ്യി ഷൈഇൻ ഏത് കാര്യത്തിലാണ്, യത്ബഉൽ മഅതൂഫു മഅതൂഫ് പിൻപറ്റുക, അൽ മഅതൂഫ് അലൈഹി മഅതൂഫ് അലൈഹിയോട് പിൻപറ്റുക, ഫിൽ ഇറാബി ഇറാബിൻ്റെ വിഷയത്തിലാണ് അല്ലേ പിൻപറ്റുക. നുക്മിലു നമുക്ക് പൂർത്തിയാക്കാം, ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട്, മിൻ ഹുറൂഫിൽ അത്ഫി അത്ഫിൻ്റെ അക്ഷരത്തിൽ നിന്ന് യോജിച്ചത് കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം. ഉൻസുർ അഹാക്ക നിന്റെ സഹോദരനെ നീ സഹായിക്ക്, ലാലിമൻ അക്രമിയായ, ഡാഷ് മദ്ലൂമൻ അക്രമിക്കപ്പെട്ടവനായ. ഇവിടെ ബ്രാക്കറ്റിൽ വ ഔ ഫ, വ കൊടുത്തെന്താ അക്രമിയും അക്രമിക്കപ്പെട്ടവനുമായ, രണ്ടും കൂടി ഒരാളാവോ, ആക്രമിക്കുന്നവൻ എന്താണ് അക്രമിയില്ല, അപ്പോൾ മറ്റേ ആളാണ് ആക്രമിക്കപ്പെട്ടവനാവുക. അപ്പോൾ ഔ എന്നാൽ അല്ലെങ്കിൽ, പറഞ്ഞ ഉടനെ അക്രമിയായി ഉടനെ ആക്രമിക്കപ്പെട്ടവനായി അങ്ങനെയല്ല അല്ലേ. അപ്പോൾ ഒന്നുകിൽ അക്രമിയാണ് അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടവനാണ്, ഏതാണെങ്കിലും അവനെ സഹായിക്കുക. അതെങ്ങനെ സഹായിക്കുക നമുക്കറിയില്ലേ, ആക്രമിക്കുന്നവൻ എന്ത് ചെയ്യുക, അതിൽ നിന്ന് പിന്മാറ്റുക അല്ലേ, ആക്രമിക്കണ്ടെന്ന് പറയാം. അപ്പോൾ അവനെ സഹായിച്ചു, ഒരു തെറ്റ് ചെയ്യാതെ രക്ഷപ്പെട്ടു. ആക്രമിക്കപ്പെടുന്നവനെ അവിടെ ആക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അപ്പോൾ അവൻ ആക്രമിക്കപ്പെടാതെ രക്ഷപ്പെടും, അങ്ങനെ സഹായിക്കാം. അപ്പോൾ ഉൻസുർ അഹാക്ക നിന്റെ സഹോദരനെ നീ സഹായിക്കാം, ലാലിമൻ അക്രമിയായ, ഔ മദ്ലൂമൻ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടവനായ. അകൽത്തുൽ യൗമ ഞാൻ ഇന്ന് തിന്നു, അൽ ഖുബസ റൊട്ടി തിന്നു, ഡാഷ് അൽ ലഹ്മ ഇറച്ചിയും. അപ്പോൾ എന്തായി അവിടെ, ഫ എന്ന് പറഞ്ഞാൽ ഉടനെ, റൊട്ടി തിന്നിട്ട് ഉടനെ പിന്നെ ഇറച്ചി അങ്ങനെയാണോ, അല്ല. ഔ എന്ന് പറഞ്ഞാൽ റൊട്ടിയോ അല്ലെങ്കിൽ ഇറച്ചിയോ ഏതെങ്കിലും ഒന്ന്, അതുമല്ല. വ റൊട്ടിയും ഇറച്ചിയും കൂടി കൂട്ടിയിട്ടല്ല തിന്നുക. അപ്പോൾ അൽ ഖുബസ വൽ ലഹ്മ റൊട്ടിയും ഇറച്ചിയും ഞാൻ തിന്നു, ബവാണ് ഉപയോഗിക്കുക രണ്ടും കൂടി ആകുമ്പോൾ. സ്വല്ലൽ മുസല്ലി നിസ്കരിക്കുന്നവൻ നിസ്കരിച്ചു, അൽ ഫർള ഫർള് നിസ്കരിച്ചു, ഡാഷ് അസുന്നത്ത സുന്നത്ത്. അവിടെ എന്താണ്, ഫ ഉപയോഗിച്ചാൽ ഫർളിൻ്റെ ഉടനെ സുന്നത്ത് നിസ്കരിച്ചു, ഹത്ത സുന്നത്ത് വരെ നിസ്കരിച്ചു, അങ്ങനെയാണോ, അങ്ങനെയല്ലല്ലോ. ഇമ്മ ഒന്നുകിൽ, അപ്പോൾ ഇമ്മൽ ഫർള അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഇമ്മ കൊടുക്കാൻ തന്നെ കഴിയുള്ളൂ. അപ്പോൾ ഇമ്മ സുന്നത്ത ഒന്നുകിൽ ഫർളല്ലേ സുന്നത്ത്, രണ്ടിൽ ഒന്ന് നിസ്കരിച്ചാൽ പോരല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, സ്വല്ലൽ മുസല്ലി നിസ്കരിക്കുന്നവൻ നിസ്കരിച്ചു, അൽ ഫർള ഫർളും, ഫസുന്നത്ത ഉടനെ സുന്നത്തും നിസ്കരിച്ചു, അങ്ങനെ നിസ്കരിക്കല് ഫർള് കഴിഞ്ഞിട്ട് സുന്നത്ത്. പാലു അവർ പറഞ്ഞു, ലബിസ്ന ഞങ്ങൾ താമസിച്ചു, യൗമൻ ഒരു ദിവസം, ഡാഷ് ബാല യൗം അല്പ ദിവസം. ഫ എന്ന് പറഞ്ഞാൽ ഉടനെ, ഔ അല്ലെങ്കിൽ സുമ്മ പിന്നെ. ഇവിടെ എന്താ ഒരു ദിവസം അല്ലെങ്കിൽ അല്പ ദിവസമാണ് ഞങ്ങൾ താമസിച്ചത് എന്നല്ലേ അസ്ഹാബുൽ കഹ്ഫ് പറയുന്നത്. ഖാലു അവർ പറഞ്ഞു, ലബിസ്ന ഞങ്ങൾ താമസിച്ചു, യൗമൻ ഔ ബാദ യൗമിൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസവും ഇല്ല, അല്പ ദിവസം ഞങ്ങൾ താമസിച്ചു. ഐന ബൈത്തുക നിന്റെ വീട് എവിടെയാണ്, ഫിൽ ഖറിയത്തി ഗ്രാമത്തിൽ, ഡാഷ് ഫിൽ മദീനത്തി പട്ടണത്തിൽ. ഇവിടെ വ വന്ന ഗ്രാമത്തിലും പട്ടണത്തിലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ, ഗ്രാമത്തിൽ ഉടനെ പട്ടണത്തിൽ അങ്ങനെയല്ല അല്ലേ, അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമല്ലേ വേണ്ടി. അപ്പോൾ അം ഐന ബൈത്തുക നിന്റെ വീട് എവിടെയാണ്, ഫിൽ ഖറിയത്തി ഗ്രാമത്തിലാണോ, അം ഫിൽ മദീനത്തി അല്ലെങ്കിൽ പട്ടണത്തിലാണോ. നൗബിത്തു ബിൽ അഷ്കാൽ ഹർക്കത്തിട്ടുകൊണ്ട് നമുക്ക് ക്രമീകരിക്കാം. ഇവിടെ ജലസൽ ഉസ്താദു സുമ്മത്തുല്ലാബു ഉസ്താദ് ഇരുന്നു, സുമ്മത്തുല്ലാബു പിന്നെ കുട്ടികളും. ഇവിടെ ജലസ എന്ന ഫീലില്ല, ഇരുന്നു ആര് ഉസ്താദ്, അപ്പോൾ അത് ഫായിലാണ്, അപ്പോൾ മർഫു ആവണം, അവസാനം ലമ്മ കൊടുത്തിട്ട് ഉസ്താദു എന്ന് കൊടുക്കണം. ജലസൽ ഉസ്താദു സുമ്മ തുല്ലാബു. അപ്പോൾ ഈ സുമ്മക്ക് ശേഷമുള്ള തുല്ലാബ് എന്നുള്ളത് മഅതൂഫാണ്, അപ്പോൾ അത് മഅതൂഫ് അലൈഹിയോട് പിൻപറ്റണം. ഇവിടെ മർഫു ആണ്, അപ്പോൾ ഇവിടെ മർഫു. ജലസൽ ഉസ്താദു സുമ്മ തുല്ലാബു. ഇസ്തറൈത്തു ഞാൻ വാങ്ങി, കിതാബൻ അല്ലെ, എന്തിനാ വാങ്ങി കിതാബിനെ, അപ്പോൾ അത് മൻസൂബാണ് കാരണം മഫൂൽ ബിഹിയാണ്. കിതാബ് വാങ്ങി, വ കലമൻ അല്ലേ, വാത്തിഫ് കലമൻ മഅതൂഫ്, ഈ മഅതൂഫ് അലൈഹിയോട് പിൻപറ്റണം, അപ്പോൾ ഇത് മൻസൂബ്. വ കലമൻ പേനയും വാങ്ങി. അകൽത്തു ഞാൻ തിന്നു, അസ്സമക്കത്ത മത്സ്യത്തെ ഞാൻ തിന്നു, ഹത്ത റഅ്സഹ അതിൻ്റെ തല വരെ തിന്നു. നമുക്കറിയാം ഹത്തയാണ് ആതിഫ്. ഇവിടെ അകൽത്തു ഞാൻ തിന്നു, അസ്സമക്കത്ത അത് മഫൂല് ബി ആണല്ലോ, എന്തിനെ തിന്നത്, അപ്പോൾ അവിടെ ഫത്തഹ് കൊടുത്ത് മൻസൂബ് കൊടുക്കുക. അലിഫ് ലാം ഉണ്ടാവുമ്പോൾ പിന്നെ തൻവീന് കൊടുക്കില്ല. ഹത്ത റഅ്സഹ അപ്പോൾ റഅ്സ് തല, അതാണ്
ഇവിടുത്തെ മാത്തൂഫ്, ഈ മാത്തൂഫ് അലയോട് പിൻപറ്റണം. അപ്പോൾ ഇവിടെയും ഫത്തഹ് കൊടുത്ത് നസ്ബ് കൊടുക്കുക. ഹത്താ റൈസഹ, അതിൻ്റെ തല വരെ തിന്നു എന്ന് പറഞ്ഞാൽ തല അടക്കം തിന്നു, ഒന്നും ബാക്കിയില്ല. ഇഖ്റ നീ ഓത്, ഇത് അമ്രുഫിയിലാണ്. അപ്പോൾ അവസാനം ജസ്മ സുക്കൂൻ ഉണ്ടാവില്ലേ. ഇഖ്റ നീ ഓത് മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന്. മിന വന്നാൽ അവസാനം അടുത്ത വാക്കിന് എന്ത് ചെയ്യണം, അവസാനം കസ്ർ കൊടുത്ത് ജർ ചെയ്യണം. മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് നീ ഓത്. കുല്ല യൗമിൻ, എല്ലാ ദിവസവും. അപ്പോൾ ഓതുന്നത് എപ്പോഴാണ്, എല്ലാ ദിവസവും. അപ്പോൾ കുല്ല എന്നുള്ളത് ഫത്തഹ് കൊടുത്ത് മൻസൂബാക്കണം, കാരണം മഫൂല് ഫീഹി ആണല്ലേ, എപ്പോഴാണ് ഓതണമെന്നാണ് പറയണത്. അപ്പോൾ കുല്ല യൗമിൻ, എല്ലാ ദിവസവും നീ ഓത്. യൗമിൻ എന്നത് കുല്ലയിലേക്ക് ചേർക്കുമ്പോൾ അവിടെ ജറാണ് ഉണ്ടാവും. അത് ഇൻഷാ അല്ലാഹ് വരുന്ന പാഠങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഖുർആനിൽ നിന്ന് നീ ഓത്. എന്തിനാ ഓതേണ്ടത്, സൂറത്തൻ, ഒരു സൂറത്തിലെ. അപ്പോൾ അത് മഫൂല് ബിഹിയാണ്, എന്തിനാണ് പറയുന്നത്. അപ്പോൾ അത് മൻസൂബാക്കിയിട്ട് ഫത്തഹ് കൊടുക്കുക. സൂറത്തൻ, ഒരു സൂറത്ത് ഓത്. ഔ അല്ലെങ്കിൽ, ഇത് ആത്തിഫാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ മഅ്തൂഫ് അലൈഹിൻ്റെ അതേ ഇറാബ് വേണം. ഔ സഫഹത്തൻ, അല്ലെങ്കിൽ ഒരു പേജ് ഓത്. അപ്പോൾ ഖുർആനിൽ നിന്ന് എല്ലാ ദിവസവും നീ ഒരു സൂറത്ത് അല്ലെങ്കിൽ ഒരു പേജ് ഓത്. ഇൻഷാ അല്ലാഹ് ഈ 5 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. ഈ പാഠത്തിൽ പ്രത്യേകം പഠിക്കാനുള്ളത് മുഷാത്ത്, കാൽനടക്കാർ എന്ന വാക്കാണ്. ഈ പാഠം, അത്തഫിൻ്റെ പാഠം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും പഠിക്കാനില്ല. ഈ 10 അർത്ഥം വെച്ച് പഠിച്ചാൽ ഈ അത്തഫിൻ്റെ അക്ഷരത്തിൻ്റെ അർത്ഥം പഠിച്ചു. ഈ 10 അത്തഫിൻ്റെ അക്ഷരവും പഠിക്കുക. പിന്നെ ഈ ഒരു ഭാഗം, യുസമ്മ ഹാദിഹിൽ ഹുറൂഫ് ആത്തിഫൻ വമാ ഖബ്ലഹ മഅ്തൂഫൻ അലൈഹി വമാ ബഅദഹ മഅ്തൂഫൻ വൽ മഅ്തൂഫ് യത്ബഉൽ മഅ്തൂഫ അലൈഹി ഫിൽ ഇറാബി. ഈ ഭാഗമാണ് ഇതിൽ പ്രധാനപ്പെട്ടതുള്ളത്. പ്രധാനപ്പെട്ട് കാണാതെ പഠിക്കാനുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ നിങ്ങൾക്ക് പാഠങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഈ 5 പാഠത്തിൽ വന്ന എല്ലാ ഭാഗങ്ങളും അർത്ഥം വെച്ച് പഠിക്കുക. കാരണം അറബി തന്ന അർത്ഥം എഴുതാനും അർത്ഥം തന്ന അറബി എഴുതാനും അതുപോലെ പൂരിപ്പിക്കാൻ വരുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഫുള്ളായിട്ട് അർത്ഥം വെച്ച് പഠിക്കണം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടാൻ കഴിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.